لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنك تواب. صدق الله مولانا العظيم وبلغ نبيه الرسول ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്യരായ ഉലമാക്കളെ, ബഹുമാന്യരായ സാദാതീങ്ങളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷരെ, മറ്റ് കാരണവരെ, എന്റെ കാതിയോട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളും മനസ്സിൽ വന്നെത്തുന്ന ചില ഓർമ്മകളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വലിന്റെ വളരെ മനോഹരമായ രാത്രിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മളുടെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൃപ്തിപ്പെട്ട അമലായി ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ദർസും സബക്കും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു സമയ വ്യത്യാസമാണ്. അതിൽക്കുണ്ടായ വെട്ടിൽ എനിക്കും പങ്കിട്ട് ജീവിക്കുന്ന ഒരാൾ നിലയിൽ കണിത പാലിക്കാതിരുന്നാൽ പലപ്പോഴും നമ്മുടെ ഇൽമിയാകുമെന്നതുകൊണ്ട് എത്ര പ്രയാസമുണ്ടെങ്കിലും എനിക്ക് നിശ്ചയിക്കപ്പെട്ട ചില സബക്കുകൾക്കും മറ്റു ചില കാര്യങ്ങൾക്കും ശേഷം മാത്രമേ ഞാൻ വയലിന് വരാറുള്ളൂ. ഏതായാലും ഇന്നത്തെ നമ്മുടെ ചിന്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ഇന്ത്യക്ക് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇസ്മായിൽ സഖാഫി പ്രസംഗിക്കുമ്പോൾ അത് ആർക്കോ എതിരാണെന്ന് ചിലർക്ക് തോന്നിപ്പോകും. സ്വാഭാവികമായും ദാത്തു ഷരീഫയെ സംബന്ധിച്ച് ഹദീസുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസ് ഓതുമ്പോ അത് ഞങ്ങളെ ഗ്രൂപ്പിനെതിരാണ് എന്ന് ആർക്കും തോന്നുകയും നമുക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ഓർക്കുന്നത് ആ പുണ്യ ശരീരത്തെ കുറിച്ചാണ്. നമ്മളെ ശരീരം പേറുന്നത് പുണ്യപ്രവാചകരുടെ ഹദീസുകളും അവിടുന്ന് പഠിപ്പിച്ച ആയത്തുകളും അവിടുന്ന് പഠിപ്പിച്ച ദീനുമാണ്. ഒലുവിലും കുള്ളിയിലും നടത്തത്തിലും വേഷത്തിലുമൊക്കെയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുകയെന്നത് ജീവിതത്തിന്റെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദുഃഖകരമായ ചില സത്യങ്ങളെ കണ്ടിട്ടില്ലെന്ന് വെക്കാനാവില്ല. പൊതുവേദികളിൽ ഒരു പക്ഷേ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമുക്കത് പറയേണ്ടി വന്നു എന്ന് വരാം. തീർച്ചയായും നമ്മൾ സംതൃപ്തരായിട്ട് പറയുന്നതല്ല. അതല്ലെങ്കിൽ അത്തരമൊരു ചർച്ചയെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരുന്നതിൽ നമ്മൾ ആസ്വദിക്കുന്നില്ല. വിവാദങ്ങളില്ലാത്തൊരു ലോകം നാം സ്വപ്നം കാണുന്നുണ്ട്. പ്രയാസങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ വാചാലരാവുന്നുണ്ട്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശാന്തമായി ജീവിക്കുന്ന ഈ സമുദായത്തെ കാണുകയും ചെയ്യും. അതൊരിക്കലും തെറ്റിനോട് സമരസപ്പെട്ടുകൊണ്ടല്ല. വെളിച്ചത്തെ നാം ഭൂമിയിൽ വിതറാൻ ശ്രമിക്കുന്നത് ഇരുട്ടിനോട് സന്ധി ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഇരുട്ടിനെ ആട്ടിയോടിച്ചുകൊണ്ടാണ്. അത് സ്വാഭാവികമായും ലോകത്തുണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കൂ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രത്യേകതയും അവിടുത്തെ കാരുണ്യവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീരവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ പ്രതനം ഒപ്പം മനസ്സിലാക്കുകയും കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചമുണ്ടാവുകയുള്ളൂ. ഇപ്പോ കമ്പോളവൽക്കരിക്കപ്പെട്ട ചില കാര്യങ്ങൾ എല്ലാം കച്ചവടമാണ്. ഇഷ്കും കച്ചവടമാണ്, ഹബ്ബും കച്ചവടമാണ്. ഞാൻ ഓർത്തു പോകുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ കാണുമ്പോ ഈ അലക്സാണ്ട്രിയയിലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അലക്സാണ്ട്രിയ പട്ടണത്തിന്റെ ഉൾഭാഗത്തുള്ള ബുഷൈർ ഗ്രാമത്തിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പാടിപ്പുകഴ്ത്തിയ ബഹുമാനപ്പെട്ട ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബൂസിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബൂസിരി, ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബൂസിരി, ബുസൈറിലേക്കാണ് നിസ്ബ. ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖസീദത്തുൽ ബുറുദ പോലും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം ഭിന്നമാവുകയാണ്. ബുറുദ ആസ്വാദനം, ബുറുദ ആസ്വദിക്കുക. ശരിക്കും ബുറുദ എന്താണ്? ഹൃദയത്തിൽ വമിഞ്ഞുകൂടിയ സ്വപ്നങ്ങളെ ഇഷ്കിന്റെ രക്തച്ചാലുകൾ കൊണ്ട് എഴുതി തീർത്ത മഹാകവി അല്ലാഹു അവിടുത്തെ പൊരുത്തം സാധുക്കളാകെ നമുക്ക് നൽകുമാറാവട്ടെ. അവിടെയും ആസ്വാദനമാണ്. ശരിക്കും അത് ആസ്വദിക്കല്ല, ആസ്വദിക്കാനാവാത്തതാണ്. അത് അനുഭവമായി തീരുന്നൊരു ഇഷ്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സമകാലിക യാഥാർത്ഥ്യങ്ങളിൽ എല്ലാം അതിന്റെ വിശുദ്ധമായ ലക്ഷ്യത്തിന് വിരുദ്ധമായി സംഘടിപ്പിക്കപ്പെടുന്ന സാഹചര്യം. നിങ്ങൾ ആലോചിക്കൂ, പഴയകാലത്തെ കാതിയോട്ടുകാര് അവരിത്ര വിദ്യാസമ്പന്നരൊന്നും ആയിരിക്കില്ല. ഇന്നത്തെ അത്ര ഭൗതിക വിദ്യാഭ്യാസമോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയ വിദ്യാഭ്യാസമോ കൈവരിക്കാൻ സാധിക്കാത്ത പഴയകാലത്ത് നമ്മളെ തലമുറയിലേക്ക് നോക്കുക, അവർക്ക് പരിചയമുള്ള പഴയ ഉസ്താദുമാരിലേക്ക്. പക്ഷെ അവരിൽ നമ്മൾ കണ്ടിരുന്നത് ആത്മീയതയുടെ ലക്ഷണങ്ങളാണ്. ആഖിറത്തിൽ വിശ്വാസമുള്ളവന്റെ നിസ്കാരമാണ്, നിൽക്കുന്ന നാവാണ്, ചോദ്യം ചെയ്യപ്പെടുമെന്ന് പേടിക്കുന്ന ജീവിതമാണ്. ഇന്ന് അത്യാധുനികമായ അറിവുകൾ കൈവശപ്പെടുത്തിയപ്പോ നമ്മളിൽ പലരും മറന്നുപോകുന്നത് ആ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഭാഗത്ത് നമുക്ക് അറിവുണ്ട്. പല ലോകത്തുമുള്ള കിതാബുകളെ മുതാലാ ചെയ്യാൻ മാത്രം ലോകപ്രസിദ്ധമായ രീതിയിൽ നമ്മൾ വികസിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടുപോയി ഭാഷണത്തിന്റെ കാര്യമായ വിഷയം ഹബ്ബുർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നിഷ്കളങ്കമായ മഹബ്ബത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്കെ റസൂൽ എന്നാൽ എന്താണ്? ഹബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനൊക്കെ സാങ്കേതികമായി ഒരുപാട് അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബ്ബും ഹബീബും മെഹബൂബും സംഗമിക്കുന്ന ആഷിഖിന്റെ മനോഹരമായ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഭാഗത്ത് ഹബ്ബ്, മറുഭാഗത്ത് ഹബീബ്, മറ്റൊരു ഹബ്ബും മെഹബൂബും സംഗമിക്കുന്ന ആത്മീയമായ ഒരവസ്ഥയെ മഹാന്മാരായ ആഷിഖീങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി ജീവിച്ചിട്ടും മാമലഅതു ബിഐനായ, എന്റെ കണ്ണുകൊണ്ട് എന്റെ ഹബീബിനെ മുഴുവൻ കാണാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സഹാബികൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ട്. ഹബ്ബ് അതൊരു മനസ്സിലാക്കണ നിയമനണ്ടാക്കാൻ പറ്റുന്നതല്ല. ഒരാൾ ആളെ സ്നേഹിക്കുന്ന തമ്മിൽ സ്നേഹം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുമോ? അതുമില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വമിഞ്ഞൊഴുകുന്ന നിഷ്കളങ്കമായ ഒരു വികാരമാണ് സ്നേഹം. നിഷ്കളങ്കമായ ഒരു വികാരമാണ്. ആ നിഷ്കളങ്കമായ വികാരത്തിന്റെ തീവ്രത എത്രയാണോ അത്രയാണ് പ്രകീർത്തിക്കുവാൻ സാധിക്കുന്നത്. ചില ആളുകൾ ഇന്ന് മൗലീദ് ആഘോഷത്തിനെതിരെ, അവർക്ക് ചോറ്
കൊടി തൊടുക്ക, ദഫ് മുട്ടലും ശിർക്ക. ശിർക്കും തൗഹീദും അറിയാത്തൊരു സമൂഹം. എന്നിട്ട് അവര് പാടും തഴവയുടെ ബൈത്ത്. മൗലിദ് കഴിയുമ്പ് അത് ഹിജറ 300 ശേഷം മലിക് മുഫ്തീരനായൊരു രാജന. ഹിജറ 300 ശേഷം വന്നല്ലോ, അത് മതി. മുജാഹിദുകൾ കാര്യമായി പാടി നടക്കുന്ന ഒരു ബൈത്ത. അവർക്കിപ്പോ കോമൺ മെന്റാലിറ്റി, കോമൺ പ്രശ്നം എന്താക്കണം, സജീവാക്കണം. അത് സംഘടനാ ട്രിക്കാണ്. സംഘടന ട്രിക്ക് ഇപ്പൊ നമ്മക്കറിനത്ര നിങ്ങൾക്ക് അറിഞ്ഞോണമെന്നില്ല. വലിയ ട്രിക്കുകളോ കുറെ കണ്ടേ, മുഴുവൻ ട്രിക്കാണ്. ഇഷ്കും ട്രിക്കാണ്, ആഷിക്കും ട്രിക്കാണ്, മാഷൂക്കും ട്രിക്കാണ്, വെള്ളവും ശിക്കാണ്, മറ്റും ട്രിക്കാണ്. അത് പോട്ടെ. ഇപ്പൊ കാര്യമായിട്ട് അവരായപ്പോഴേ, അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടായപ്പോഴേ മറ്റുള്ള വിഭാഗത്തിനെ ആക്രമിക്കാനുള്ള ഒരു കോപ്ലാൻ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അവരുടെ കൂടെ സംയുക്തമായി മൗലീദ് ആഘോഷത്തിന് എങ്ങനെ എതിർക്കുകയാണ്. ഇത് പറയും. അങ്ങനെ ഭാര്യയും ഭർത്താവും തെറ്റിയപ്പോ തലാഖെല്ലാം തീരുമാനിച്ചു. അന്നത്തെ ഒരു കാറൊന്നുള്ള കാലല്ല, പഴയ കാലം. ചൂട്ടും കത്തിച്ച് നടക്കണം. അപ്പൊ ഒരാളിങ്ങനെ തെറ്റിയ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാം. ചൂട്ടും കത്തിച്ച് മൂപ്പര് മുമ്പിലും ബാക്കിൽ കാണാതെ ഭാര്യയും. കുറെ മുന്നിൽ ചെന്നപ്പോ, കുറെ യാത്ര ചെയ്തപ്പോ ഇയാൾ ഈ പെണ്ണ് ചോദിച്ചു, ഇന്ന തലാക്കില്ലേ, നിങ്ങൾ എന്താ കാട്ട്? മൂപ്പര് പറഞ്ഞു, ഞാൻ നാളെ വേറൊന്ന് കെട്ടുന്നു. രണ്ടാളും ക്ഷീണിച്ചിട്ടുണ്ട്, ഇരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ച് കിതപ്പ് മാറ്റിയിരിക്കുക. എന്താ സംശയം? ഇന്ന് തലാക്കില്ല, നാളെ കെട്ടുന്നത്. അപ്പൊ മൂപ്പത്തേര് പറഞ്ഞു, അങ്ങനെങ്കിൽ കുറെ ആളും കഴിഞ്ഞാൽ ഇനിയും കെട്ടിക്കുന്നത്. പിന്നെ രണ്ടാളും കുറച്ചു നേരത്തിന് മുണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ ചോദിച്ചു, എന്തായാലും ഞാൻ വേറൊന്ന് കെട്ടും വേണം, എന്നെ കെട്ടിക്കും വേണം. എന്നാ പിന്നെ ഞമ്മക്കെന്നെ ആകല്ലേ. തിരിച്ചു നടന്നു കഥ. തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയി. ഇതേ മറണ്ടേ എന്ന നിലയ്ക്ക് മൗലീദിനെ മൊത്തമായി ആക്രമിച്ചുകൊണ്ട് ഐക്യത്തിന്റെ ഒരു ഭാഷ സൃഷ്ടിക്കാൻ, ഒരു നൂൽപ്പാലം ഉണ്ടാക്കാൻ വഹാബീസ് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ ഇത് മറക്കൂല. ഏത് അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് നിങ്ങളോട് ചോദിക്കുക ചെയ്യും. എന്തായാലും നമുക്ക് ആ ബൈത്തിലേക്ക് വരാം. ഹിജറ 300 ശേഷം വന്നതാണെന്ന് സമ്മതിച്ചാൽ മതി. ഇന്നലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യോഗം കൂടി തീരുമാനിച്ചതാണെന്ന് പറയാഞ്ഞാൽ മതി. ആ ഹിജറ 300 ശേഷം ലോകത്ത് അതിപ്രസിദ്ധരായ ആയിരക്കണക്കിന് പണ്ഡിത വരേണ്യർ കടന്നു പോയിട്ടുണ്ട്. ലോകപ്രസിദ്ധരായ അഖ്താബുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശൈഖ് ഗൗസുൽ ആദം വഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശൈഖ് അബിൻ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ് സയ്യിദി ഖാജ മുഈനുദ്ദീൻ അൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട പ്രേമാങ്കുരത്തിന്റെ എക്കാലത്തെയും രാക്കിളി ബഹുമാനപ്പെട്ട ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി റളിയല്ലാഹു അൻഹു, ഇമാം താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹു, താജുൽ അശ്ഖീൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം നബവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹഫീദ് ബിൻ ഹജർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ലോകം അംഗീകരിച്ച അറിവിന്റെ സാഗരങ്ങളായ കോടിക്കണക്കിന് ആളുകൾക്ക് അറിവ് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനെ ലോകം മുഴുവനും പഠിപ്പിച്ച ദർവേശികളായ ഭൗതിക പരിത്യാഗികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും ശറഫാക്കപ്പെട്ടവരുടെ നാവുകൊണ്ട് പരിശുദ്ധമായ ഈ കർമ്മ വിമർശിക്കപ്പെട്ടതുപോലെ ഹിജറ 300 ശേഷം വന്നതാണെങ്കിലും, ഹിജറ 300 ശേഷം ഉണ്ടായതാണെങ്കിലും ഞങ്ങളുടെ കാര്യപ്പെട്ട നേതാക്കന്മാരാരും, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മൗലീദിനെ വിമർശിച്ചിട്ടില്ല എന്നല്ല. ആ മഹാന്മാരായ മുത്തഖീങ്ങളൊക്കെ അവർ പോയ വഴിയിൽ തന്നെ സഞ്ചരിക്കുന്നവരെന്ന നിലയിൽ നിർഭയം ഞങ്ങൾ ഈ മൗലീദ് ആഘോഷിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ കുട്ടികൾ തോരണം തൂക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അറവാന മുട്ടുക തന്നെ ചെയ്യും. ഞങ്ങൾ സ്വലാബാത്തി അലൻ നബി എന്ന് ചെല്ലുക തന്നെ ചെയ്യും. അതില് ചെയ്യാനും പറ്റുന്നതല്ലോ. ഇപ്പൊ ചിലർ മദീനത്തിൽ നിന്ന് മണ്ണ് കലക്കി കുടിച്ചു. മദീന ശരീഫിൽ നിന്ന്, ഹറമിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ട മസല ഞങ്ങൾ ചോദിച്ചു തുടങ്ങണുള്ളൂ. വരുന്നുണ്ട് ബാക്കിൽ. അല്ലേ, പാകിസ്ഥാനികളെ കാണല്ലേ ചാക്കിൽ നടക്കണ് അല്ലേ? എന്നിട്ട് അവിടുത്തെ മൊയ്ലിയന്മാർക്ക് പണിയിൽ ഇത് പറിച്ചിടല്ലേ. ഞാൻ അങ്ങനെ നോക്കുമ്പോ 2004 ഹജ്ജിൽ
അന്ന് ഞാൻ നോക്കുമ്പോണ്ട് സഫന്റെയും മറുവിന്റെ ഇടയിൽ ആകൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്നാലൊരു പാകിസ്ഥാനി സാധു അരിയുന്നൊരു കത്തിരിത്തിരി ഇങ്ങനെ തോണ്ടി നടക്കണം മണ്ണ്. ബർക്കത്തിന് കൊണ്ടാകാൻ ഹറമിൽ നിന്ന് മണ്ണിനെ നീക്കം ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ പറയേണ്ടത് കേരളക്കരയിലല്ല, ബറേലികൾക്കിടയിലുള്ള ചില കാര്യങ്ങളാണ് നടന്നത്. അള്ളാഹു അവരെ ഷർറിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ നന്നായെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമുക്ക് സമൂഹത്തെ ബോധവൽക്കരിപ്പിക്കലേ നടക്കുള്ളൂ. ഇഷ്കെന്ന് പറഞ്ഞ ഇതാ, അത് കൽബിലുണ്ടാകുന്ന സത്യത്തിൽ നമുക്കൊക്കെയും ആ വികാരമുണ്ടല്ലോ. നമ്മളിൽ ചിലർ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളിൽ ചിലർ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്, നമ്മളിൽ ചിലർ മശായിഖന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സദസ്സിൽ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും എന്തോ ഒരു ഭൗതികമായോ അഭൗതികമായോ, ഭൗതിക ലോകത്തുള്ളതോ മരണപ്പെട്ടതോ കണ്ടതോ കാണാത്തതോ ആയ എന്തോ ഒരു വസ്തുവിനോട് സ്നേഹമുള്ളവരാണ്. ഒരു വസ്തുവിനോടും സ്നേഹമില്ലാത്തവന് മാനസിക വിഭ്രാന്തിയുണ്ടാകും. ഒരു വസ്തുവിനോടുമുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനോടെങ്കിലും സ്നേഹമില്ലാതെയായാൽ ആ മനുഷ്യൻ ഭ്രാന്തനായിത്തീരും. എന്തോ ഒന്നിനോട് സ്നേഹമുണ്ട്. സ്നേഹം മനസ്സിലുള്ളൊരു വികാരമാണ്. ഈ സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാകുമ്പോൾ ദിവ്യമാണ്. ഇതിന് കുറെ കേൾക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനോഹരമായി ഒരുപാട് പാടിപ്പുകഴ്ത്തി, ഒരുപാട് പ്രകീർത്തിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഭൗതിക ലോകം വിസ്മരിച്ചു പോയിരുന്ന ആശിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പ്രകീർത്തിച്ചിട്ടുണ്ട്. ചിലരിവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ ഖസീദത്തിൽ ബുറുദ എഴുതിയ മനുഷ്യനല്ല ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി. വൽ ബാദിഹൂന വഅർബാബുൽ ഹവ തബഹു ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാ ആധുനികനായ കവി അഹ്മദ് ശൗഖി റഹിമഹുല്ലാ നഹ്ജുൽ ബുർദയിൽ ഇമാം ബുസ്രി റഹിമഹുല്ലയെ കുറിച്ചിട്ട് ഇങ്ങനെ പാടിയിട്ട് പറയുന്നുണ്ട്, അല്ലാഹു യശ്ഹദു ഇന്നി ലാഹു ആരിദുഹു, ഞാൻ ഇമാം ബുസ്രിയോട് മത്സരിക്കാനില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനവർകൾ പറയുന്നു, വൽ മാദിഹൂന വഅർബാബുൽ ഹവ തബഹു ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇദിൽ ഖിദമി. അനന്തമായി നിലനിൽക്കുന്ന, എന്നുമെന്നും നിലനിൽക്കുന്ന ഖസീദുൽ ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രിയോട് എല്ലാ പ്രകീർത്തകന്മാരും പിൻപറ്റുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞ കാരണം സമയക്കുറവുള്ളത് കൊണ്ട് ബൈത്ത് മുഴുവനും ഞാൻ ചൊല്ലുന്നില്ല. അവസാനം ഇതിനൊരു ഇല്ലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വസാദിഖുൽ ഹബ്ബി യുംലി സാദിഖൽ കലിമി വസാദിഖുൽ ഹബ്ബി സാദിഖൽ കലിമി. നിഷ്കളങ്കമായ ഹബ്ബാണ്, നിഷ്കളങ്കമായ പ്രകീർത്തനത്തിന് കാരണമാക്കി തീരുന്നത്. ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി പാടിയതുപോലെ പാവപ്പെട്ട് എനിക്ക് പാടാൻ സാധിക്കാത്തത് അല്ലാഹുവിന്റെ ഹബീബിനോട് അതിനു മാത്രം സ്നേഹം എനിക്കില്ലാത്തത് കൊണ്ടാണ്. ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബുസ്രി സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇത് മൗലവിമാർക്കുള്ളൊരു കാര്യമായ മറുപടിയാ. ഞങ്ങൾക്ക് ഇങ്ങനെ പാടാൻ കഴിയണ ഞങ്ങൾ സ്നേഹിക്കണോണ്ടാ. വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ വ്യത്യാസം? സാധാരണ മനുഷ്യനാ അല്ലല്ലോ, ആണോ? അവരുടെ ഭാഷയിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീബിന്റെ മോമന് 40 വയസ്സായപ്പോ ഒരു പോസ്റ്റ്മാന്റെ പണിട്ടി, ടു ഉമ്മത്ത മുഹമ്മദ് ഫ്രം അല്ലാഹ്. ഈ പോസ്റ്റ്മാന്റെ പണി ഇങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ, യാതൊരു പ്രത്യേകതയില്ല. ഈ വാദത്തിന് ആയിരക്കണക്കിന് ആയത്ത് തെളിവുണ്ടാവും. മങ്കൂസ് മൗലൂദ് ഓതുന്നോനെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ഇവര് കാട്ടിക്കൂട്ടുന്ന കളി. ഞാൻ പറയട്ടെ, ഇങ്ങോട്ടോ, ഞാനാരാ? നിങ്ങൾ പറയും ആരാ? ഇത് കുറച്ച് ദിവസം തോന്നാണ് പഠിക്കും നമ്മള്. ഞാനാരാ? സാധാരണക്കാരനാ. നിങ്ങളോ? സാധാരണക്കാരനല്ലേ? ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് വാദിച്ചാൽ നിങ്ങളും ഞാനും നബിതങ്ങളും പറഞ്ഞോ സമമാണ് എന്നാ വഹാബി പറയണത്. തിരിഞ്ഞില്ലേ? ഇതന്നെയാണ് ആരും പറയണേ?
ആ നീളമുള്ള കുപ്പായിട്ട് ഇരുന്ന ആൾക്കാർ നമ്മളെ കുപ്പായത്തിന്റെ ഇല്ലല്ലോ. ഒരു അറാഖിന്റെ കെട്ടും 10,000 ഒരു മാലയുണ്ടാവും കേക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തെങ്കിലും പോന്നു? ഞാനൊരു ദീനീ പ്രബോധകനാണ്. നിങ്ങൾ സമസ്തന്റെ ആളാണ്? അല്ല. AP ഗ്രൂപ്പ് അതുമല്ല. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ഒന്നുമല്ല. മലക്കാൻ തോന്നിപ്പോ. പണ്ട് ജിബ്രീൽ വന്നതുപോലെ വെള്ളക്കുപ്പായിട്ട് വന്നതാണ്. ഒരു ഗ്രൂപ്പും അല്ല. എന്താ തോളില്? അതൊരു സ്റ്റൗ. കയ്യിലോ? അതൊരു ഗ്യാസ് സിലിണ്ടർ. എന്താ പരിപാടി? ഞാൻ അതൊന്ന് തിളപ്പിച്ച് കുറച്ച് കഞ്ഞും ചോറൊക്കെ ഉണ്ടാക്കി നാട്ടിലെ ആൾക്കാരെ നിസ്കരിക്കാൻ വിളിക്കാൻ പോകും. ഇങ്ങനെ വരുന്ന ഖൗമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. എന്താണ്? സാധനക്കാരനാണ്. മറ്റേ സാധനം ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ വളവ് പോലെ അതിന്റെ പെരുമാറ്റത്തിലൊക്കെ ജമാഅത്തെ ഉണ്ട്. പക്ഷെ ഒരു ഗുണം കിട്ടാം. എന്താ? അത് നിങ്ങൾ ദീനി വിഷയങ്ങൾ ഇപ്പൊ ഡയറക്റ്റ് പറയണില്ല. ഉണ്ടോ? ഓല് പറയണ എന്താ വെച്ചാല് പ്ലാച്ചിമണിയിൽ വെള്ളമില്ല, ഹൈവേ വീതി കൂട്ടരുത്, റോഡ് എപ്പോഴും റഷാകണം, പുനരധിവാസം, ഇരകൾക്കൊപ്പം, അങ്ങനെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ പൊതുവെ രാഷ്ട്രീയക്കാർ പറഞ്ഞ ചില കാര്യങ്ങളും പ്രകൃതി സ്നേഹികൾ പറയുന്ന കാര്യങ്ങളൊക്കെ മിങ്കിളാക്കാണ്. ദീൻ പറയാൻ മാത്രം ഇൽമില്ല എന്നുള്ള വിവരം ഒരു സ്വയം തിരിച്ചറിഞ്ഞതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അത് ഞങ്ങളെ കാര്യമാണ്. നിങ്ങൾ പ്ലാച്ചിമണിയിൽ വെള്ളമുണ്ടോ നോക്കി, കോയൽക്കിണർ കുത്തണോ നോക്കി, കുത്തണ്ടോ നോക്കി, അത് പൊതുമരാമത്ത് വകുപ്പാണ്. എല്ലാവരും ചെയ്തോളി. പൊതുവായിട്ട് ഞങ്ങൾക്ക് വിരോധമില്ല. അങ്ങനെ ഒരു കോപം. എന്നാലും നിങ്ങൾ മറച്ചു പിടിച്ചേ പറയുള്ളൂ. എന്താ പറയാ? മുജാഹിദ് വന്നിട്ട് അറിയും ശിർക്കാണ്, മൗലിദാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ്. ഓൾക്ക് അതന്നെ അറിയുള്ളൂ. ശിർക്ക് കഴിഞ്ഞാൽ ബിദ്അത്ത്, ബിദ്അത്ത് കഴിഞ്ഞാൽ ശിർക്ക്. വിത്തും കൈക്കോട്ടും ചില പക്ഷികൾ പറയലുണ്ട് അല്ലെ? ഇതേമാതിരി മുജാഹിദ് എന്താ പറയും? ശിർക്ക് ബിദ്അത്ത്, ശിർക്ക് ബിദ്അത്ത്, ഇതേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ ജിന്നുണ്ട് പറഞ്ഞപ്പോ അപ്പം മുശ്രിക്കാക്കി വരാം. സക്കരിയ സലാഹി മുശ്രിക്കാണ്. മൂപ്പരാണ് നിർവഹിച്ചു, ഞാൻ മുശ്രിക്ക് വെച്ചിട്ട്. അപ്പോഴായക്ക് മനസ്സിലായത് ശിർക്കിന്റെ കാരണം എന്താ. ഇൻഷാഅല്ലാഹ് നമുക്ക് പറഞ്ഞുതരാം. ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോയിന്റ് ഇതാണ്. പക്ഷെ അവർക്ക് പരിപാടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ശിർക്ക് ബിദ്അത്ത് എന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവർ വന്നിട്ട് അറിയും നമുക്ക് ഈ നബിദിനത്തിന് ഇവിടെ നാട്ടുകാർക്ക് ആർക്കെങ്കിലും പട്ടിണി ഉണ്ടോ? 1 രൂപ കാര്യം കിട്ടുന്ന കാലത്ത് ഇവിടെ പട്ടിണി ഉണ്ട്. അല്ല, ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ചോറ് കൊടുക്കണത്? ചോറ് ഇറച്ചിയും കൊടുക്കണത്? നാട്ടിലൊക്കെ ഒന്ന് ചോറ് ഇറച്ചിയും കൂടുതലല്ലേന്ന്. ആ പൈസ കൊണ്ട് നമുക്കൊരു പാവപ്പെട്ട പെൺകുട്ടിനെ കെട്ടിച്ചൂടെ? എന്തിനാ ഈ മാല എങ്ങനെ കെട്ടണത്? ആ പൈസ കൊണ്ട് നമുക്കൊരു വികലാംഗന് ഒരു വണ്ടിയായി കൊടുത്താൽ പോരെ? ഇത് പൈസ കൊണ്ട് എന്നുള്ള ലമീർ വണങ്ങുമ്പോഴാണ് നമ്മളെ പ്രശ്നം. മനസ്സിലാണ്ടോ? ഞങ്ങളെ വീട്ടിൽ ബിരിയാണി ഉണ്ടെങ്കിലും നബിദിനത്തിന് കിട്ടുന്ന തേങ്ങാച്ചോറിനാണ് ടേസ്റ്റ്. അത് അഷ്റഫ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലീദിന്റെ ബറക്കത്താ. ആ തിരുനാമം പറയപ്പെടുന്നിടത്തൊക്കെയും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് നിനക്കറിയുമോ? മശായിഖന്മാരായ ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നത് അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള നൂറാണ്. നിനക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ നിന്നോട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആത്മീയ ലോകത്തിന്റെ ചക്രവർത്തിയായ ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലൂദിൽ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മശായിഖന്മാർ അവിടുത്തെ ശറഫ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ ആളുകളെ വിളിക്കുന്നത് പോലെ വിളിക്കരുതെന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അവിടുത്തെ വീടിന്റെ പരിസരത്ത് നിന്ന് ശബ്ദമുയർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹദ്റത്തിൽ വെച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകാൻ കാരണമാക്കി തീരുമെന്ന് ആകാശഭൂമിയുടെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിൽ ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇത്രയും പ്രകീർത്തന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്ന വാക്കുകളെ സാധാരണക്കാരനാണ് ഞങ്ങൾ പറയുന്നു. എന്നെ പോലെയല്ല, നിങ്ങളെപ്പോലെയല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണക്കാരനാണ്. മാതാമിക്കാരിങ്ങനെ വളച്ചേ പറയുള്ളൂ. അപ്പോ ഞാൻ പറയുന്നത് ഈ ചോറിക്കണ പൈസ കൊണ്ട് എന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് പെൺകുട്ടികളെ കെട്ടിക്കാൻ പറഞ്ഞ പ്രശ്നം. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ നമുക്ക് വേറെ ഫണ്ട് ഉണ്ടാക്കണം. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ നമുക്ക് ആവശ്യമുള്ളിടത്ത് ചെയ്യാം.
വികലാംഗന് വണ്ടി വാങ്ങിക്കൊടുക്കാൻ അടുത്ത പിരിവുകൂടാ. അത് നബിദിനാഘോഷത്തിന്റെ പിരിവ് തന്നെ വേണമെന്ന് പറഞ്ഞതിൽ ഈ നബിദിനാഘോഷം ഇല്ലാതാക്കലാണ്. അല്ലാഹു തആല നമ്മളെ ശിർക്ക് ബിദ്അത്ത് എന്താ നമ്മൾ പറയാ? ശിർക്ക് എന്താ കേട്ടോ? ശിർക്ക് എന്താ? ഇത് പണ്ടൊരാള് അലംതറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യണം. അപ്പൊ നാട്ടിൽ വെച്ച് അലംതറ കൈഫും കോൺഗ്രസും തമ്മിൽ എന്താ ബന്ധം? അത് ഞാൻ ബർക്കത്തിന് ഓതിയത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ എന്താ വക പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ആയത്തിന്റെ 5 കളി ഉണ്ടാകാറുണ്ട്. അതിവിടെ ചില ആൾക്കാരും പറയാറുണ്ട് ഇവർ തമ്മിൽ എന്തോ ചില മുസാഹിബത്തുണ്ട് എന്നാ. ആദ്യം പറഞ്ഞിട്ട് ആദ്യം പോയിട്ട് ഇത് പള്ളിക്ക് എന്ത് ചെയ്ത് തറട്ട്, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കുറ്റിയടിച്ച്, അടുത്തൊരു കൊല്ലം കഴിഞ്ഞിട്ട് നടക്കാൻ പോവാ സ്ഥലം കാണാൻ പോകും, പിറ്റത്തെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരുത്തള്ളു. ഇതൊക്കെ മനുഷ്യനെ പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് ഉത്തരവാദിയല്ല. വിശുദ്ധിയില്ലാത്തവനെ നേതാവാക്കിയവന്റെ കുരുത്തക്കേടാണത്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത് വേറൊരു കഥ. ഇങ്ങനെ ഇത് ചൂഷണം ചെയ്യുന്ന പലരുണ്ട്. ഞങ്ങൾ അതിന്റെ വിശുദ്ധമായ സമർപ്പണത്തെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എനിക്കിവിടെ പറയുന്നത് ഉംറുൽ ഖൈസിന്റെ ഒരു കവിതയാണ് കുറച്ചുകൂടി ഹൈറായി തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആളാണ്, പക്ഷെ എന്റെ ലൈല അത് സമ്മതിക്കൂല. എന്റെ ലൈല അത് സമ്മതിക്കൂല. ഇതുപോലെ ഹുബ്ബും ഇഷ്കും എല്ലാവർക്കും വാദിക്കാം. ഉരച്ചു നോക്കണ്ടേ ഹബീബെ, എന്താണ് ഇഷ്ക്, എന്താണ് ഹുബ്ബ്? ബാഹ്യമായ പ്രകടനങ്ങളല്ല, അത് മനസ്സിലുണ്ടാകുന്ന ഒരു വികാര. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ വികാരത്തിന്റെ ബാഹ്യമായി പ്രകടമാകുന്ന ഭാഗമാണ് സന്തോഷം പ്രകടിപ്പിക്കലും, മാല കെട്ടലും, പ്രസംഗിക്കലും, വഅദ് പറയലും, അതിന്റെ തബറുക്ക് എടുക്കലും. ഏറ്റവും പരിശുദ്ധം എന്നത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടാൻ പറ്റൂ. അവരും ഇവരും പറയുന്ന മുഴുവനും അതിലെന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്തുപോകുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ മദീനയിൽ മക്കയിലുള്ള ഒരു തോട്ടത്തിൽ വന്ന് നിസ്കാരം തുടങ്ങി. ആ ചില ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ വന്നവർ നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വിഷയം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ബൈഅത്ത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവരെ നിസ്കാരം തുടങ്ങി. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിൽ നിസ്കാരം തുടങ്ങിയപ്പോൾ മഹാനാവറുകൾ ഹബീബിന്റെ സഹാബത്താണ്. ആ കാര്യം നടന്നപ്പോൾ തങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ബൈഅത്തുർ റിദ്വാൻ നിർവഹിച്ചതെന്ന് തീർത്തും പറയാൻ വയ്യ. ആ മരം ഏതാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങൾ അറിയാത്തത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ കാണാത്തത് നിങ്ങൾ എങ്ങനെ കണ്ടു? അങ്ങനെ ഒരു മരത്തിന്റെ അടയാളം ഞങ്ങളുടെ കൈവശമില്ല എന്ന് ആദ്യകാലത്തെ സഹാബികളിൽപ്പെട്ട മുഹാജിറുകളുടെ തലവനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ഉത്തരമുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഭരണാധികാരിയായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലുള്ള മരം മുഴുവനും മുറിച്ചു കളഞ്ഞു. ആ തോട്ടത്തിലുള്ള ഒരൊറ്റ ഈത്തപ്പന മരത്തിനെയും ബാക്കിയാക്കിയില്ല. എന്താണ് മഹാനവറുകൾ അതിന് പറഞ്ഞ കാരണമെന്നറിയോ? ഇതിലേതോ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് നടന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇവരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്യാത്തൊരു മരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ബൈഅത്ത് ചെയ്തതെന്നും ഇതാണ് അല്ലദീന യുബായിഊനക തഹത അശ്ശജറ എന്ന് ഖുർആനിൽ പറഞ്ഞ ശജറത്തെന്നും പറഞ്ഞ് ആരെങ്കിലും ബഹുമാനിക്കാൻ ഇടവന്നാൽ പിൽക്കാലത്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിക്കാത്തൊരു വിഷയം നബി തങ്ങളുടെ മേലിൽ ചേർക്കപ്പെടാൻ ഇടവന്നാൽ അത്
ആ മരം അവിടെയുള്ള മരങ്ങൾ മുഴുവനും മുറിച്ചു കളഞ്ഞു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഫ്ആലുഹു വ തഖ്രീറാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയാണ്, നബി തങ്ങളുടെ വാക്കാണ്, നബി തങ്ങളുടെ മൗനാനുവാദമാണ്. എന്നാൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ മത്തഫഖ അലൈഹി അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖിലാഫത്തി അർബഅത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹദിയീൻ. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് മുഴുവനും ഏകോപിതമായി നടപ്പിലാക്കിയ അഭിപ്രായമാണ് വിവക്ഷിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകതകൾ പറയാനാവാത്ത, പണ്ഡിത സദസ്സിന്റെ മുൻപിൽ തെളിവ് സമർപ്പിക്കാനാവാത്ത, സാധാരണക്കാരന്റെ മുൻപിൽ കൈമാറ്റ ശൃംഖലയുടെ രേഖ പോലും സമർപ്പിക്കാനാവാത്ത എന്തെങ്കിലും ഒരു വസ്തുവുമായി ആരെങ്കിലും വന്ന് അത് ടാങ്കർ ലോറിയിൽ മുക്കി തമ്പുന്നുകിൽ പാവപ്പെട്ട സമുദായത്തിന്റെ വിശ്വാസത്തെ അതുമായി ബന്ധമില്ല. ഈ പാവപ്പെട്ട സമുദായത്തിന്റെ വിശ്വാസത്തിന് അത്തരം കപോളസ്ഥിരമായി യാതൊരു ബന്ധവുമില്ല. സംശയിക്കപ്പെടുന്ന ഒന്നിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടൊരു ചരിത്രം മുസ്ലിം ഉമ്മത്തിനില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇക്കാലം വരെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ ചരിത്രം പരിശോധിച്ച അവരൊരു വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയാൻ സ്വീകരിച്ച സൂക്ഷ്മതകൾ പരിശോധിച്ചാലും ഇത്തരമൊരു വിട്ടുവീഴ്ചയില്ല, ഇത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇവർ പ്രചരിപ്പിക്കുന്നത് ജമാഅത്തിനെതിരാണ്, ഇതിനവരുടെ കിതാബിനെതിരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. ഒരു കാഴ്ചയിലേക്ക് കരുണക്കടലായ പുണ്യപ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തോടുള്ള പാവപ്പെട്ട ഉമ്മത്തിന്റെ മഹബത്തിനെയും വലിച്ചിഴച്ചത് ദുഃഖകരം തന്നെ, അത് വളരെ വിഷമകരം. പാപപ്പെട്ട ഞങ്ങൾക്കതിൽ വേദനയുണ്ട്. ഞങ്ങളൊരു പക്ഷേ ദുർബലരായേക്കാം. അമ്പാരിയും ഒട്ടകക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊണ്ടില്ല. കോട്ടയങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ഈ തപ്പനയോല കൊണ്ടുണ്ടാക്കിയ ഷെഡിൽ ഊറക്കിട്ട ഒട്ടകത്തിന്റെ തോൽ നീർത്തി വിരിച്ച് വിശപ്പ് കാരണം 3 കല്ലുകൾ വയറിൽ വെച്ച് കെട്ടി ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വയറ്റിലെ വിശപ്പടക്കാൻ വിറ്റിട്ടില്ല. സഹാബത്താരും സമ്പാദനത്തിന്റെ മാർഗമായി ദിവ്യമായ ഇഷ്കിന് ഉപയോഗിച്ചിട്ടില്ല. ഈ കാര്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളോട് വളരെ വേദനയോടുകൂടി പാവപ്പെട്ട സാധുവാക ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിന്റെ കിതാബ് തിരിയുന്ന മൗലവിമാരുടെ പറഞ്ഞ പോരെ, ദലീലും നമ്മൾ പറഞ്ഞു, ചരിത്രം നമ്മൾ. ഇനി നിങ്ങൾ ഉസൂലിന്റെ കിതാബൊക്കെ പോയിക്കോളി. സഹാബത്തിന്റെ ഇജ്മാഇനെ ഖർഖ് ചെയ്യുന്നതിന്റെ വിധി എന്താ? അറിയപ്പെട്ട സഹാബത്തിന്റെ ഇജ്മാഇനെതിരായി പല കാര്യങ്ങളും ആശിക്കയങ്ങളെ ഏത് ലെവലിൽ വരുമെന്നല്ല, എത്രമാത്രം തൗബ ചെയ്യണമെന്ന് സ്വയം മുതാലാ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാപം ഞങ്ങളി നമ്മളിത് ഏറ്റെടുക്കാൻ മാത്രം യോഗ്യനൊന്നുമല്ല. ഇത് മുഴുവൻ പറയാനുള്ള അറിവ് ഞമ്മക്കില്ല. ഞങ്ങളൊരു വിവരമില്ലാത്ത പേട്ട് തങ്ങ സക്കാഫികളല്ലേ എന്ന്. വിവരമുള്ള ഒറിജിനൽ എണ്ണുള്ള സക്കാഫികൾ എന്ന് പറഞ്ഞോട്ടെ. അതിന്റെ ഉസൂലൊന്ന് മനസ്സിലാക്കട്ടെ. ഫത്വ കടലാസ് ഖൈറുമായ വഴിയുമായി ഇതിൽ നമുക്ക് പരാതിയുണ്ട്, പ്രതിഷേധമുണ്ട്. ഇഷ്ക് എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കിക്കോളി കുട്ടികളെ. മനുഷ്യ 2 കഴിഞ്ഞ ആളാ, ചെറുപ്പത്തിൽ ഹൃദയരോഗിയാണ്. നാളെ ഞാൻ മരിച്ച കുർത്തക്കണമെന്നും വിചാരിക്കണ്ട. 2 അറ്റാക്ക് കഴിഞ്ഞാൽ 3ാമത്തെ അറ്റാക്ക് ഉണ്ടായ മരിക്കല സ്വാഭാവിക വിധി, അല്ലെ 4ാമത്തെ ഉണ്ടായി തരും. അള്ളാഹു വിധിക്കുമ്പോൾ മരണം സംഭവിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു തുടക്കം.
ഞാൻ ആദ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോ പറഞ്ഞു, ആദ്യം നിങ്ങൾ സനദില്ലാതെ മുടി കൊണ്ടുവരും, പിന്നെ നിങ്ങൾ സനദില്ലാതെ കൊടി കൊണ്ടുവരും അല്ലേ? കൊടി പൊടിയായി എന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെരുപ്പ് കൊണ്ടുവരും, കുറച്ച് കഴിയുമ്പോൾ പൊതുക്കൊണ്ടുവരും അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത്. അതിന്റെ ആവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കാതയോട്ടന്റെ ആശിഖീങ്ങളായ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ ശുപാർശകനായ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൽബിൽ സൂക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അള്ളാന്റെ ഹബീബിനെ വിൽക്കാൻ സമ്മതിക്കരുതേ. നമ്മുടെ ശബ്ദം ദുർബലമാണ്, നമുക്ക് ഒരുപാട് ആനയും അറിയില്ല, ഒരു പത്ത് മനുഷ്യനാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ നിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് വെക്കുന്ന മുഅ്മിനീങ്ങളോട് സ്നേഹബുദ്ധിയാ ഉണർത്താനുള്ളത്, ഇത് കച്ചത്തിനൊരു പിടി, അത് വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തേതല്ലാത്തതൊന്നും വിതരണം ചെയ്യപ്പെടരുത്, അത് വലിയ അപകടമാണ്. സൂക്ഷ്മതയില്ലാത്തവരുടെ ജീവിതം അത് നമുക്ക് വലിയ പേടിയാണ്. കച്ചവടം അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും പോട്ടെ, ഇക്കച്ചവടം എങ്ങനെ നടക്കണം? വേറൊരു കൗമ ഇത് വിദ്യാർത്ഥിയുണ്ട്, വേറൊരു കൗമ ശിർക്കാരയുണ്ട്, വേറൊരു കൗമ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതിനെതിരെ വണ്ടി ഉണ്ടാക്കണം എന്ന് പറയും. ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ഇഷ്കിന്റെ മറുഭാഗത്താണ്. യഥാർത്ഥ ഇഷ്ക് ഏതാണ്? ബഹുമാനപ്പെട്ട സയ്യിദ റാബിയത്തുൽ അദ്ബിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുല്ലു യഅ്ബുദു മിൻ ഖൗഫി നാരി. നരകത്തെ പേടിച്ചിട്ട് ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, സ്വർഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ടും ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെയും ശരിയാണ്. എനിക്ക് സ്വർഗവും നരകവും ഒന്നും താല്പര്യമില്ല, സ്വർഗത്തിനോടും നരകത്തിനോടുമെന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഇന്നി ലബ്തഗി ലിഹുബ്ബിഹി ബദീലാ, ഇന്നി ലബ്തഗി ലിഹുബ്ബിഹി ബദീലാ. എന്റെ ദിവ്യമായ ഈ സ്നേഹത്തിന് പകരം മറ്റെന്തെങ്കിലും കൈവശം വരണമെന്ന് തീർച്ചയായിട്ടും ഞാൻ മോഹിക്കുന്നില്ല. ഭൗതിക ലോകത്തിന്റെ അള്ളാഹുവിനെ സ്നേഹത്തിന് പകരമായി ഭൗതിക ലോകത്തിന്റെ സുഖങ്ങൾ എന്തെങ്കിലും എന്നെ തേടി വരണമെന്ന് ഞാൻ മോഹിക്കുന്നില്ല. എന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന് പകരം ഞാൻ മറ്റൊന്നിനെയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇമാം ശറഫുദ്ദീനിൽ മുഹമ്മദിൽ ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് ചെയ്തവരൊക്കെ ഒന്നും പകരം ചോദിച്ച് ഇഷ്ക് നേടിയവരല്ല. ആഖിറത്തിലേക്ക് അല്ലാഹുവുമായി സന്ധിക്കുവാനുള്ള വസീല എന്ന നിലയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ നിഷ്കളങ്കമായി സ്നേഹിച്ചവരാണ്. നിഷ്കളങ്കമാണ് സ്നേഹം, സ്നേഹം നിഷ്കളങ്കമാണ്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൻ നിസാഉ വലൽ ഖുസൂറു വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി. അല്ലാഹുവിന്റെ ആബിദീങ്ങൾ മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യമാണ്, ഒരിക്കലും സ്വർഗമല്ല. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലാ ഹൂറുൻ നിസാഉ വലൽ ഖുസൂറു. വലിയ കൊട്ടാരങ്ങളല്ല, സുന്ദരിമാരായ ഹൂറുൻ നിസാഇനെയല്ല. ദിവ്യമാണ് സ്നേഹം. അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുന്ന സ്നേഹം ദിവ്യമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും തിരിച്ചു കിട്ടണമെന്ന് മോഹിക്കാതെ, ഇരുട്ടിന്റെ കലാന്ധകാരത്തിന്റെ തോന്നിവാസത്തിൽ നിന്ന് പ്രകാശപൂരിതമായ ആത്മീയ ജീവിതത്തിലേക്ക് പാവപ്പെട്ട നമ്മളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയ കരുണക്കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് നിളങ്കമാകണം. മറന്നഹത്ത് അദബാത്തിൽ ബാനി റീഹു സ്വബാ വഅത്റ ബഹുമാനപ്പെട്ട ഇമാം ശഫീഉൽ എത്ര സലാത്ത് ചെല്ലണമെന്ന് മനസ്സിലാക്കാനാവാത്ത വിധം ബുദ്ധിമുട്ടായപ്പോൾ തന്റെ മുന്നിൽ കണ്ടത് ബാൻ വൃക്ഷത്തെയാണ്. ആലിനെ പോലെയുള്ളൊരു മരമാണ്, വിറയാലിനെ പോലുള്ളൊരു മരമാണ്, അതിനേക്കാളും ചെറിയ ഇലകളാണ്. കാറ്റിന്റെ ഇളം തലോടലേറ്റ് അവകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക സ്വാഭാവികമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മഹാനവർ
അവർ പറഞ്ഞു മറന്നഹത്ത് അസബാത്തിൽ ബാനിരിഹു സബാ വഅത്റബൽ ഗൈസ ഹാദിൽ ഗൈസ ബിന്നിഗമി. പടിഞ്ഞാറിൽ നിന്നടിച്ചു വീശുന്ന ഇളം തെന്നലുകൾ ഈ വലിയ ബാൻവൃക്ഷത്തിന്റെ ഇലകളെ എത്രമാത്രം ചലിപ്പിക്കുന്നുണ്ടോ അത്രമാത്രം സ്വലാത്തുകൾ എന്റെ ഹബീബിന്റെ മേലുണ്ടാകിരിക്കട്ടെ. പറഞ്ഞവസാനിപ്പിക്കാനാവാതെയാണ് എല്ലാവരും നിർത്തിയത്. പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വർഗമാണ്. ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ പേരെടുത്ത് പറയാൻ പറ്റിയ അല്ലഫുൽ അലിഫിന്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ട അൽ ആലിമുൽ അല്ലാമ ഇമാം സുലൈമാനുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്നവർ പുണ്യ നബിയോടുകൂടി ജന്നത്തുൽ വസിൽ എന്ന ഭൗതിക ലോകത്ത് ആത്മനിവൃത്തിയുടെ ഘട്ടമെത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹബ്ബിന് കിട്ടേണ്ട ചില കോലങ്ങളാണത്. എന്താ പറയാ, സമയക്കുറവുണ്ട്, ഇതെല്ലാം കൂടി എങ്ങനെ വിശദീകരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാം, ഒന്നും പ്രതീക്ഷിക്കാതെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫായത്ത് ഔദാര്യമായി കിട്ടേണ്ടതാ. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളെ മൗലീദിലും മാലയിലൊക്കെ അതാ ഉള്ളത്. അത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റാത്തത് വന്നിട്ടുണ്ടെങ്കിൽ, ചില താല്പര്യങ്ങൾ ആർക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ സമുദായത്തിന്റെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധമായി സമർപ്പിക്കപ്പെടുന്നൊരു തിരുകർമ്മത്തിന്റെ വിശുദ്ധി നിറണമെന്നുവെച്ച് ഇനി ജനിക്കാനുള്ള സമുദായത്തെയും വഷളാക്കാതിരിക്കാൻ അത്തരം വാദങ്ങളിൽ നിന്ന് പിന്നത്തെ അള്ളാഹുയുടെ ഖൽബിൽ അത് തോന്നിപ്പിക്കുമാറാവട്ടെ. ഖസീദത്തിൽ ബുറുദ ചെല്ലണമെന്ന് ഇപ്പൊ നാട്ടിൽ നബിദിനത്തിലൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ, കണ്ടില്ലേ? നമ്മളൊക്കെ അനുഭവിച്ചു. എന്താ കാര്യം? നാട്ടിലെ വലിയമാര് ശമ്പളം കൊടുത്ത് നിർത്തുക, അതിലേക്ക് ചെലവും കൊടുക്കുക, ശമ്പളം കൊടുക്കുക, അല്ല വെള്ളം കിട്ടണം. എന്നിട്ട് നബിദിന റാലിന്റെ മുമ്പിൽ ഓലൊരു കൊടി, ആ കൊടിയും ഒരു കുബ്ബ, സാധാ വരക്കണ കൊടിന്റെ മുമ്പിൽ ഒരു കുബ്ബ. എന്നിട്ട് ആ കുബ്ബുള്ള കൊടി വേണം വേണ്ട, ഈ തർക്കത്തിന്റെ പേരിൽ നബിദിന റാലിന്റെ മുമ്പിൽ അതിന്റെ പേരിൽ അടി. കേട്ടില്ലേ? പോലീസ്. എന്താ പ്രശ്നം? ഇതിൽ ഭൗതികത വന്നിട്ടല്ലേ, ഇത് ദുനിയാവ് വന്നിട്ടല്ലേ, അനുയായികളെ നിയന്ത്രിക്കാനാവാത്തല്ലേ. വിശ്വാസമർത്തിന്റെ സ്ഥലത്ത് ചതി കൊണ്ടുവരാ, ഇത് സംഘടനയുടെ കൊടി മുമ്പിലേക്ക്. നിങ്ങൾ ആലോചിച്ച് ശരിയല്ലേ? ആ ചില മദ്രസകളിലൊക്കെ ഉണ്ടായ പ്രശ്നം ഞാൻ ഇന്നലെ മംഗലാപുരത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യ നാട്ടിലുണ്ടായിട്ടുണ്ട്. റാലിന്റെ മുമ്പിൽ കൊടി വെക്കുമ്പോ ഒരു കറുത്ത വര. ഇത് എവിടുന്ന് കിട്ടി വെച്ചാൽ ഒന്നും പറയാനില്ല, സമസ്തന്റെ താൻ തോന്നിപ്പിക്കും. എന്നിട്ട് ചർത്തല എവിടെ ചതിയല്ലാത്തതുള്ളത്? ഒരു നിസ്കാര പള്ളി തുടങ്ങുക, കുറച്ചു ദിവസം കഴിയുമ്പോ ജുമാ. എന്താ ചതിയാ ആശിക്കങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഖിയാനത്ത, നാട്ടുകാരുടെ പൈസ അവർ നിവേദനത്തിന് പിരിവെടുക്കുക, എന്നിട്ട് ആ പൈസ കൊണ്ട് ഓരോ സംഘടനയുടെ കൂടെ ഒട്ടിക്കുക. ഇത് ഹലാലാവും? അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത പള്ളി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വഖഫ് ചെയ്ത പള്ളി, അതിൽ വഖഫ് ചെയ്ത വെള്ളം 4 വട്ടം നിസ്കരിക്കുന്നവൻ ഒന്നുണ്ടാക്കൽ പോലും നിഷിദ്ധമാണെന്ന് ഫുഖഹാക്കന്മാരുടെ ഫത്വ. ശരി, ആലോചിക്കുക. ഞാൻ തലക്കെന്നാണ് എണ്ണി പറഞ്ഞുതരാം. ആശിഖിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് സലീമായ ഒരു ഖൽബാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരു ദിവസത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? ഈ പാവപ്പെട്ട സമുദായം ഇവിടെ അല്ലേ? തറാവീഹ് എത്ര കാലത്ത് നമുക്ക് 20 അല്ലേ? ഖുതുബ അറബിയിൽ. ശരി, പിന്നെ എന്താ മറുഭാഗം ഇറങ്ങിപ്പോള്ള കാരണം? ഇന്നെപ്പോലത്തെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ തീവ്രവാദം അള്ളാഹു ആ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച വേറൊന്നുമല്ല. ഒരു ഇലാഹലറത്ത് എന്താ സീതിയാജ് മരിച്ചപ്പോ അയാളെ മോൻ ഇമാമത്തുന്നതിന്റെ പേരിൽ തല്ലുണ്ടാക്കി ഇറങ്ങിപ്പോരേണ്ടി വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളാ ഞാനൊക്കെ. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? അതിന്റെ പേരിൽ എത്ര പള്ളി രണ്ടാക്കി. നമ്മൾ സാമാന്യവൽക്കരിച്ചിട്ട് പറയട്ടോ, നമ്മൾ നാട്ടുകാരെ വർത്താനം പോലെയാണ് കേട്ടാ മതി. മനസ്സിലാവണില്ലേ പറയണേ?
തിരിഞ്ഞോ? സീതിയാജി എന്ന ഒരാളുടെ അയാൾ മരിച്ചു. അയാളെ മോൻ ബഷീർ ഇമാമൻ മൊയ്ലിയന്മാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തു. അതിന്റെ പേരിലും പള്ളി രണ്ടെണ്ണായി. ഈ പ്രാവശ്യം മർക്കസ് സമ്മേളനത്തിന് ആരാ കുട്ടി? മസ്ജിദുൽ ഖുബയിലെ ഇമാം, അതല്ലെങ്കിൽ മസ്ജിദുൽ ഖിബിലത്തൈനിയിലെ ഇമാം, ഏതോ ഒരു ഇമാം വെച്ചോളി. ഷാദിന് എന്തായാലും മറ്റതാണല്ലോ. ഏത്? മദീന പള്ളിയിലെ മുക്രി. അയക്കൊന്നിലെ മുക്രി എന്താ പറയും വലിയരെ? നിങ്ങളൊന്ന് പറയുന്നു. ഈ 110 വോൾട്ട് കത്തിച്ചിട്ട് പാവപ്പെട്ട എന്നെയൊക്കെ ചൂടാക്കി വിട്ടീനല്ലോ നേതാവ്. ഇവര് രണ്ടാളുകളും ഈ പറയപ്പെട്ട സൗദി പണ്ടാകും എന്ന് പറയാൻ പറ്റൂല. അത് കുറച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞ പോലെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റിയാല് മുകൂല. ഇത്രയൊക്കെ വൃത്തികെട്ട രീതിയിലേക്ക് പോകണോ ഈ സമുദായത്തിന്? നമുക്കൊക്കെ എന്റെ ഇടത്തോടു കൂടി നിന്നൂടെ? വിശ്വാസപരമായി ഈ പറയപ്പെട്ട വഹാബികളുടെ ആരുടെയെങ്കിലും മുമ്പിൽ തല താഴ്ത്തേണ്ട സാഹചര്യം നമുക്കുണ്ടോ? ഈ ലക്ഷക്കണക്കിന് സുന്നികൾക്ക് ഒരു വഹാബിയെ പിടിച്ച് ഇമാമാക്കി കൊടുക്കാൻ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി മെനക്കെട്ടത് അല്ല. ഓലൊക്കെ പറഞ്ഞോ ഒന്നൊരു പറഞ്ഞോ. ഓലൊക്കെ സുന്നികളാണെന്നോ? എന്നാ അവിടെ നടന്ന മുഴുവൻ ഖുത്ബയുടെയും കോപ്പി ഞാൻ തരാം. എന്താ? സൗദി ഔഖാഫിന് വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഇവര് പറഞ്ഞ ഇമാമും അയാൾ ഓതിയ ഖുത്ബി മുഴുവൻ കിട്ടും. ഇളക്കണ്ട. മദ്ഹബിനല്ല, ഒരു മദ്ഹബിനും അംഗീകരിക്കപ്പെടാത്ത രീതിയിലല്ലേ 100 കണക്കിന് ഖുത്ബകൾ ഓതിയ ഖതീബ ഇവിടെ ഇമാം എന്നത്. ജുമഅക്ക് മുമ്പ് പ്രസംഗിക്കാണ് മൊയ്ലിയര് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ജുമഅ ഉണ്ടാക്കിയ ആളാണ്. ഒരു മദ്ഹബും അംഗീകരിക്കാതെ മദീന പള്ളിയിൽ മറവ് ചെയ്യപ്പെട്ട നമ്മളെ കരളിന്റെ കരളായ അഷ്റഫുൽ ഖൽഖായ ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് വെച്ച് സിയാറത്ത് ചെയ്യുന്നവരെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്നവരെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കേണ്ട ഗതികേട് വല്ലാത്ത ഗതികേട് തന്നെ ആക്കി നിർത്തിയിട്ടോ. പാവപ്പെട്ട സുന്നികൾ അതിന്റെ പിന്നിൽ കൈകെട്ടിച്ചത് വല്ലാത്തൊരു ഗതികേട് തന്നെ. ഇമാം നിർത്താൻ സേട്ടു സാഹിബിന് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യന്ന് കണ്ട പണ്ട് കുന്നങ്ങലത്ത് ഞങ്ങളെ കൊണ്ട് പ്രകടനം നടത്തിച്ച് ഇതൊന്നും പറയാൻ മടിയില്ലാത്ത വിഷയമല്ലാണ്. നമ്മൾ ചെയ്ത് നമുക്ക് പറഞ്ഞൂടെ? നിങ്ങൾ കൂടിയില്ല, ഈ ന്യൂ ജനറേഷൻ കൂടിയിട്ടില്ല. ഞാനും അലിമാശം കൂടിയില്ലേ? ആന്ന് ഇപ്പത്തെ കുട്ടികൾക്ക് കഥയൊന്നും അറിയില്ല. നിങ്ങൾ മനസ്സിലാണ്ടോ? ഓമശ്ശേരിയിൽ ജിഹാദ് നടന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏറും കുത്തായിട്ട് പുതിയ ജനറേഷൻ അറിയില്ലാന്ന്. മിസൈല് പോലല്ലേ കല്ല് വന്നിട്ട് ആ കാലുണ്ട്. എന്താ വിഷയം? വിഷയം സേട്ടു സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, എവിടെ എത്തിപ്പോ? ഈ കാണുന്ന മുഴുവൻ ഫിത്തനകൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഒറ്റ കാര്യം, ഒരു ഹദീസ് ഇവിടെ സ്യൂട്ടബിള, ഒറ്റ ഹദീസ്, അത് നിങ്ങൾ എല്ലാവരും പോതണം. എന്താ? വമിൻ ഇൻദിഹിം തുഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദു ഖാല റസൂലുള്ളാഹി. അതിവിടെ സ്യൂട്ടബിള അല്ലേ? അവരിൽ നിന്ന് ഉലമാ ഉഖ്റവിയായ ആലിമീങ്ങളല്ലാത്തവരുടെ ലക്ഷണം പറഞ്ഞിട്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞു, വമിൻ റുജുൽ ഫിത്ന, അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടും, വഫീഹിം തഊദു, അത് അവരിലേക്ക് മടങ്ങുകയും ചെയ്യും. സമുദായത്തെ പാവപ്പെട്ട ആലിമീങ്ങളെ മുബത്തദിയാക്കി. ഇപ്പോൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാക്കി ഞാൻ പറയണില്ല. നമ്മളെ നാവ് ലൈസൻസ് ഉണ്ടല്ലോ. സമുദായത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തീങ്ങളെ അതിവിപരാച്ചവട്ടക്കാരുമാക്കി ആര് വരുന്നു? നമ്മളെ കറണ്ട് മന്ത്രി. എന്താണ് പറയാ? അയാളത് പറഞ്ഞെന്ന് മുതൽ ഇവിടെ പവർ കട്ട്. ഉമ്മൻചാണ്ടി എങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, ഇവൻ അങ്ങനെ പറഞ്ഞു. രാഷ്ട്രീയക്കാര് കൊടുത്ത സർട്ടിഫിക്കറ്റ് സ്വന്തം നേതാവിന്റെ അംഗീകാരമായി എഴുതിക്കാട്ടന്റെ ഗതികേടിലേക്ക് വമിൻ ഇൻദിഹിം തുഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദു. നിങ്ങോട്ടിക്കോളും എവിടെ എത്തിക്കുന്നത്? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിൽക്കുന്നോടത്ത് നിന്നോളി. പക്ഷെ ഇത്രയുള്ളൂ മുന്നിലുള്ള മരം എന്ന് മനസ്സിലാക്കി
വല്ലാതെ അതിനു വേണ്ടി അടി ഉണ്ടാക്കണ്ട. നിങ്ങളൊക്കെ ഒരു വാപ്പാനും ഇമ്മാനും മക്കളാ. കാതിയോട്ട് പെറ്റവരും ഇവിടെ ജീവിച്ചവരും ഇവിടെ വളർന്നവരും ഇവിടെ മറവ് ചെയ്യപ്പെടേണ്ടവരും പരസ്പരം കണ്ടാൽ മിണ്ടേണ്ടവരും സലാം പറയേണ്ടവരുമാ. ഈ നേതാക്കന്മാരുണ്ടാക്കുന്ന കലാപത്തിന് അവർക്ക് അവരെ താല്പര്യമുണ്ട്. വിശ്വാസപരമായും കർമ്മപരമായും നമ്മൾ ആരും ഒരു വ്യത്യാസമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഷാഫി മദ്ഹബരാണ്, അശ്ശരി തരീഖത്താരാണ്. മങ്കൂസ് മൗലൂദിൽ ഏതെങ്കിലും ഒരു വരി ഞങ്ങൾ വിടുണ്ടോ? എന്താ നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങളെടുത്ത് ആകെ ഒരു ഒറ്റ തകരാറുള്ളൂ. എന്താ ഒറ്റ തകരാറെ തിരുത്തണ്ടുള്ളൂ, ഒരു വ്യക്തിപൂജ. ആ ഒരു വ്യക്തിപൂജ മാറ്റിവെച്ചാൽ ഈമാൻ കാര്യത്തിൽ ആറിലും നമുക്ക് നിങ്ങൾക്കും വിശ്വാസമുണ്ട് ഇല്ലേ? ഇസ്മായിൽ സഖാഫി ഇപ്പൊ ഇസ്ലാമിന്റെ പുറത്ത് എന്താ കാര്യം? ഈമാൻ കാര്യത്തിൽ ഏയാമത്ത് വിശ്വസിച്ചിട്ടില്ല. എന്താ അൻതുഅ്മിന ബിഎപി. ബാക്കിയുള്ളൊക്കെ ഞാൻ ഫില്ല. വേറെന്ത് തെറ്റാ നമ്മൾ ചെയ്ത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യമായിട്ട് മാറ്റിവെച്ച്, ആ 7ാം കാര്യമായിട്ട് മാറ്റിവെച്ചിട്ട് ഐക്യത്തിൽ നിന്നോളി. ഇത് ഒരു കാര്യമില്ല, കപ്പൽ മുങ്ങാൻ പോവാ, അത് മുങ്ങിക്കൊണ്ട് നിൽക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖസീദത്തുൽ ബുർദ മൂപ്പരനെ ചെല്ലാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവിടെ വെച്ച് പറയല്ലേ, ഖസീദത്തുൽ ബുർദയിൽ ചൊല്ലിയത് ബഹുമാനപ്പെട്ട ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പുണ്യപ്രവാചകനെ പ്രകീർത്തിച്ച വരികളാണെങ്കിൽ ആ വരികളുടെ ബറക്കത്ത് കൊണ്ട് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉള്ളിൽ സൂക്ഷിച്ച മുഴുവൻ കള്ളത്തരങ്ങളും പുറത്തേക്ക് ചാടുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കുമാറാവട്ടെ. ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബൂസരി ഹക്ക് പറഞ്ഞ ആളാണ്. ആ ഹക്കിന്റെ ബർക്കത്തോണ്ട് ഹക്കൊക്കെ പുറത്തേക്കുള്ളൂ. നമ്മളാരും പറഞ്ഞപ്പോ ചെല്ലൂല്ല. ഞാൻ വിചാരിച്ചിരുന്നു നാട്ടിൽ ഒന്നായിട്ട് സുന്നത്തമായത്ത് ശക്തിപ്പെടാൻ ഖസീദത്തുൽ ബുർദ ചെല്ലണം. മൂപ്പരെന്നെ പറഞ്ഞു, നീ കണ്ടോളി അടുത്ത കൊല്ലം കഴിയുമ്പത്തിലേറെ പോയി. ഏതായാലും ഈ കളിക്കും തമാശക്കും നിൽക്കണ്ട. നമ്മൾ ആ പഴയകാലം പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുക. വിമർശനവും അതേപോലെ തന്നെ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വളരെ സൂക്ഷിക്കണം. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് മതപരമായി നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളും ഷാഫി മദ്ഹബുകാർ, നിങ്ങളും ഷാഫി മദ്ഹബുകാർ. ഞങ്ങളും നിങ്ങളും ഓതിപ്പടിച്ചത് ഒരേ കിതാബ്, നമ്മളും നിങ്ങളും കൈകെട്ടുന്നത് ഒരുപോലെ, നമ്മളും നിങ്ങളും ഖുത്ബ ഓതുന്ന ഒരേ ഭാഷയിൽ, ഒരേ പള്ളിയിൽ, ഒരേ സൊഫിൽ, ഒരേ ഖിബില, ഒരേ ഖുർആൻ, ഒരേ ഉസൂലിന്റെ കിതാബുകൾ. ഒരു വ്യത്യാസമില്ലാത്ത സമുദായത്തിനെ കേവലം നടപ്പില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത് ചില ഭൗതിക താല്പര്യങ്ങൾ മാത്രമാണ്. ഇത് തിരിച്ചറിയണം. അശ്അരികളായും ഷാഫികളായും അത് പഠിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ കീഴിൽ അണിനിരക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ മുസ്ലിം യുവതയോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാം. നിഴൽ യുദ്ധം അവസാനിപ്പിക്കണം. ഈ നിഴൽ യുദ്ധം കൊണ്ട് കാര്യമില്ല. നിഴൽ യുദ്ധം കൊണ്ട് സാങ്കല്പിക ശത്രുവിനെ കാണിച്ചു കൊടുത്തുള്ള ഈ ഗീബൽസിയൻ തന്ത്രം അതിനെ അനുവദിച്ചൂടാ. നമ്മുടെ നാടിനെ വെട്ടി നുറുക്കുന്ന ശൈലിയിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന ശൈലിയിലുള്ള പ്രവർത്തനത്തെ കണ്ടിട്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. നമ്മൾ തീർത്തും കാണണം. നമ്മൾ അതിന്റെ പരിശുദ്ധി മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ ആശിഖീങ്ങളുടെ ഇഷ്കിനെ കുറിച്ചറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തഖിയ്യ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻ കുന്തു ഫീഹിം അവ്വലൻ കാന സാരിയ, ഞാൻ ഒന്നാമനാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തഖിയ്യ റളിയല്ലാഹു അൻഹു രണ്ടാമനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തഖിയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ദിവ്യമായ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇസ്ലാം പ്രചരിപ്പിച്ചതിന്റെ 5ാമത്തെ വർഷം, ഇസ്ലാം മത പ്രചാരണത്തിന്റെ 5ാമത്തെ വർഷം. നമുക്കെന്താ ഭയമില്ലാത്തത്? എന്നോട് പണ്ടൊരു കാലത്തെ അവിടെ കുട്ടികളെ കസരടൊക്കെ ഇന്ത്യയുടെ പഴയ കാലത്ത് എന്നോട് സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇസ്മായിൽ സഖാഫി, അത് ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, സഖാഫി ഇങ്ങോട്ടേക്ക് തിരുത്താൻ വിചാരിച്ചാൽ നടക്കുമോ? സംഘടനയെ തിരുത്തി നടക്കുന്ന കാലഘട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, ഈ കാണുന്ന മനുഷ്യന്മാരെ മുഴുവൻ പറ്റിയത് ഹവ്വാ ബേബി അല്ലേ? 2 പെണ്ണുങ്ങൾ പ്രസവിച്ചുണ്ടായതല്ലല്ലോ ഇത്. ഒരാൾ ഒറ്റക്ക് പറഞ്ഞ ഹക്ക് വിജയിക്കൂല എന്ന് ആർക്കാ തോന്നുന്നത്? അള്ളാഹു ഹക്കിനെ വിജയിപ്പിക്കൂലേ? അള്ളാഹു ഹക്കിനെ വിജയിപ്പിക്കുമാറാവട്ടെ.
ഞാൻ അയാളോട് ചോദിച്ചു, അതേപോലെ ഇസ്ലാം മത പ്രചാരണത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദായികളായ ചില ആളുകൾ, പ്രബോധകരായ ചില ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, നമ്മൾ ദുർബലരല്ലേ എന്നൊന്നും എന്റെ യുവാക്കൾക്ക് തോന്നിപ്പോകരുത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഹഖ് പ്രചരിപ്പിക്കണം. ബല്ലിഗു അന്നി വലൗ ആയതൻ. നിങ്ങൾക്കറിയുന്ന ഒരായത്താണെങ്കിൽ അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നളിയുദ്ധം അവസാനിപ്പിക്കുക, പ്രബോധനത്തിലേക്ക് വരിക, മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, നിസ്കരിക്കാത്തവനോട് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എത്ര ചെറിയ ശബ്ദമായാലും ശരി, നിങ്ങളുടെ ശബ്ദം ചെറുതാണ്, നിങ്ങൾ ഒരിക്കലും യോഗ്യനല്ല. പക്ഷേ ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹഫിളൂൻ. ഈ ഖുർആനിനിറക്കിയ റബ്ബുണ്ട് അവിടെ. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആവുന്നിടത്തൊക്കെ അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക. തഅലീമുഹു ഇലാഹി ഇബാദത്തിൻ വവറാസത്തുൻ വഖിലാഫത്തുൻ വതവസ്സുലാ. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു ഇൽമു പഠിപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദത്തിൻ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇൽമു പഠിപ്പിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. വവറാസത്തുൻ വഖിലാഫത്തുൻ വതവസ്സുലാ. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അനന്തരാവകാശമാണ്. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖിലാഫത്താണ്. അത് ഹബീബിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുവാൻ കാരണമാണ്. അപ്പോൾ ഏറ്റവും മോശപ്പെട്ടൊരു മനുഷ്യനെ കണ്ടാൽ നീ അവന്റെ കാതിൽ അവന്റെ ചെവിയിൽ സത്യം ഉപദേശിക്കണം. ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നവനെ കണ്ടാൽ ആ സുന്നത്ത് അവന് പഠിപ്പിച്ചു കൊടുക്കണം. ഞെരിയാണിക്ക് താഴെ തുണിയെടുക്കുന്നവനെ കണ്ടാൽ അത് കയറ്റിയെടുക്കാൻ വേണ്ടി അവനോട് പറയണം. താടിരോമങ്ങൾ വടിച്ചു നീക്കുന്നവനെ കണ്ടാൽ ആ തലമറക്കിന്റെ അറിഞ്ഞുകണം. കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല കേട്ടോ, വളരെ ശാന്തനായി നീ അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട്, ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളെ പാവപ്പെട്ട സഹോദരിയെ കണ്ടാൽ അവർ അവരുടെ സാന്നിധ്യം കൊണ്ട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പ്രബോധന ഫലമായി ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചത് ഒരിക്കലും സംസാരിക്കാത്ത ബീവിയുടെ വഴല് കൊണ്ടല്ല, ആരെയും കാണാത്ത ബീവി പുറത്തിറങ്ങി വനിതാ ശാക്തീകരണം നടത്തിയത് കൊണ്ടല്ല. സ്വായങ്ങൾ പഠിച്ചോ. ബഹുമാനപ്പെട്ട സയ്യിദ ബീബി നഫീസ ഒരു കഥ ജാമിഉ കറാമത്തിൽ ഔലിയായിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ുന്നുണ്ട്. മഹദി അവർ യഹൂദികളുടെ നാട്ടിൽ, യഹൂദികൾ കൂടുതലുള്ള സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിലൊരു പെണ്ണിന് എപ്പോഴും ആക്ഷേപം തന്നെ. നഫീസ ബീവിയെ തെറി പറയുക തന്നെ. മഹദി അവർ ഒന്നും തിരിച്ചു പറയാറില്ല. പെണ്ണിന് കാലുകൾക്ക് ബലമില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. തളർവാദം പിടിപെട്ടു പോയൊരു പെൺകുട്ടിയുണ്ട്. ഈ സ്ത്രീ ഒരു നിസ്കാരത്തിൽ കുളിക്കാൻ പോകുമ്പോൾ അടുത്ത വീട്ടിൽ സൗമ്യത്തിൽ ഈത്തപ്പനയോലയുടെ ഷെഡിൽ ഇബാദത്തുമാകിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ പറയക്കല്ലത് ബഹുമാനപ്പെട്ട ഇസ്മായിലുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം വളരെ വിശദീകരിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവത ചുമരിൽ നിന്ന് ചില കാര്യങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി മാത്രം ചില സൂചിക്കുകയാണ്. പാത്രത്തിലുണ്ടായിരുന്നു. ഈ കാലിന് സുഖമില്ലാത്ത യഹൂദി പെൺകുട്ടി അതിലൂടെ നടന്നു വന്നപ്പോൾ മഹദി അവർ ഒളു ചെയ്ത വെള്ളത്തിന്റെ ബാക്കി ദുർബലമായ കാല് തട്ടി മറിഞ്ഞു പോയി. ഈ വെള്ളം കാലിൽ വന്നപ്പോൾ, കാലിൽ തട്ടിയപ്പോൾ, ഈ വെള്ളത്തിന്റെ നനവ് കാലിലേക്ക് ഏറ്റപ്പോൾ അതുവരെ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ആ യഹൂദി പെണ്ണിന് കാലിന് ശക്തി വന്നു. ഈ സംഭവം കേട്ട ആ ഗ്രാമം മുഴുവനും ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ
നൽകിയപ്പോൾ, ഷഹാദത്ത് കലിമയുടെ ശബ്ദം അന്തരീക്ഷത്തെ മുഖരിതമാക്കിയപ്പോഴും ബീവി അവർകൾ സുജൂദിൽ തന്നെ. മഹദി അവർകൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ദീൻ പ്രചരിപ്പിച്ചത്. അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. അവരെ കാണുന്നതോടുകൂടി കൽബനാനന്ദമാണ്. അവർ ഉള്ളിടത്തിരിക്കുമ്പോൾ മനസ്സിന് സമാധാനമാണ്. അവരെ കാണുമ്പോൾ റബ്ബിന് ഭയമാണ്, റബ്ബിനെ ഓർക്കുകയാണ്, റബ്ബിനെ പേടിക്കുകയാണ്. അവരെ കാണുമ്പോൾ റബ്ബിനോട് അടുപ്പം കൂടുകയാണ്, അള്ളാഹുവിനോടുള്ള ഖൗഫ് ഉണ്ടാവുകയാണ്. ഇത് അവരുടെ സാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അവർ ഭൂമിയിൽ ഉണ്ടാകുന്നത് തന്നെ അനുഗ്രഹമാണ്. അപ്പോൾ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം പറയലല്ല. ഒരു രീതിയിലും നാഫിയ അല്ലാത്ത ഇൽമ് പ്രസംഗിക്കാൻ പറ്റൂല, നാഫിയ അല്ലാത്ത ഇൽമ് പഠിപ്പിക്കാൻ പറ്റൂല. നാഫിയ അല്ലാത്ത ഇൽമുമായി നടക്കുന്ന ആളുകൾക്ക് ആലിമീങ്ങളെ പരിഗണന കൊടുക്കണമെന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ അതിക്കിയെങ്കിലും ഓതണമെന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുക്കേണ്ട പരിഗണന പറഞ്ഞിട്ടുണ്ട്. ഹിർമുൻ അലൈഹി ജിറായത്തുൽ മുതഫഖിഹി ഇല്ലാ ബിഇൽമിൻ നാഫിഇൻ മുതശാഗിലാ. നാഫിയായ ഇൽമു കൊണ്ട് ശുഗലാകാത്തവന് ഉലമാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല. അവർക്ക് വഖഫാക്കിയ ഭൂമിയിലെ സ്വത്ത് കൊടുക്കേണ്ടതില്ല. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. മഹാന്മാര് പറഞ്ഞ ഉസൂല് കേട്ടോ. അൽ മുആബനതു അലൽ ഇസ്യാനി ഇസ്യാനുൻ. തെറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നത് തെറ്റാണ്. എന്തായാലും ഉസ്താദല്ലേ, എന്തായാലും നേതാവല്ലേ, എന്തായാലും കാര്യപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞ ഒരു തെറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നത് തെറ്റാണ്. ഹിർമുൻ അലൈഹി ജിറായത്തുൽ മുതഫഖിഹി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ദാർഷ്ട്യം കാണിക്കണ്ട. ഞാൻ ആ വൃത്തത്തിൽ നിന്നൊരിഞ്ചും പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരിയെ പോലെ ലോകപ്രസിദ്ധരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാർ അസൂഫിന്റെ കിതാബിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം നബവിയില്ലേ, ബഹുമാനപ്പെട്ട ഉലമാക്കന്മാരൊക്കെയും എല്ലാവരെയും കൂടി വിശദീകരിക്കാൻ സമയമില്ല. ഇമാം സുബിക്ക് റളിയല്ലാഹു അൻഹുവും ഇമാം നബവി റളിയല്ലാഹു അൻഹുവും ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധരായ ശാഫി മദ്ഹബിന്റെ ഉലമാക്കന്മാർ പണ്ഡിതന്മാർ അംഗീകരിക്കപ്പെടേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അതിന്റെ വൃത്തത്തിന്റെ പുറത്ത് ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. പരിശുദ്ധ ദീനിനെ സംരക്ഷിക്കാൻ ആവശ്യമായത് അതതിന്റെ പരിധിയിൽ പറയുന്നുവെന്നല്ലാതെ ഈ സദസ്സിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അന്തമില്ലാതെ സംസാരിക്കുന്നവരല്ല ഞങ്ങളാരും. റബ്ബിനെ കണ്ടുമുട്ടില്ല എന്ന ഭയമുള്ളവരാണ്, റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഭയമുള്ളവരാണ്. ഞങ്ങൾ മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നവരല്ല. കണ്ണും മൂക്കും മുഴുവനും സാക്ഷി നിൽക്കുന്നൊരു മഹ്ശറ വെളിപ്പാടകലയുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഈ സമുദായത്തോട് ശരി പറയുന്നത്. ദീനീ പ്രബോധനത്തിന്റെ കാര്യമതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടയ്ക്ക് പറഞ്ഞിടത്തുനിന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേയുള്ളൂ. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച ഇസ്ലാമിക പ്രബോധനവും സൂഫികൾ കാണിച്ച പ്രബോധന ശൈലിയും ഭിന്നമാണ്. അവരെ വിശുദ്ധമായ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ സ്വീകരിച്ചത്. ഏറ്റവും നല്ല മൂല്യരാണെന്താ നമുക്ക് നോക്കാലോ. കിതാബിനെക്കോട്ടെ നല്ല വയലറിന്റെ മൂല്യം സജീവാണ്. ഞങ്ങളെ അഭിപ്രായം അല്ലേ അല്ലേ? ഇതെന്ത് ഗുണ തക്കല്ലും പറഞ്ഞാല് കൂടുതൽ വർത്തമാനം വരാൻ എന്ത് ഗുണം? മലക്കൂത്തിയായ ഗുണം, അത് നാസൂത്തിയായ ഗുണം. മന്ദിക്കിന്റെ കിതാബിലൊക്കെ കാണുന്നത് പറഞ്ഞോളി, ഇങ്ങക്ക് കിട്ടും പറഞ്ഞോളി, എന്താ പറയാ, ഹയവാനും നാത്തിഖ്, സംസാരിക്കുന്ന ജന്തുന. ഇപ്പൊ സംസാരം എന്താ? മലക്കൂത്തിയ നാസൂത്തി. ജന്തുഗുണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ആ മൊയിലിൽ വളരെ ഉറക്കെ പ്രസംഗിക്കുന്ന ആളാണ്. അയാൾക്ക് ഭയങ്കര ഒച്ചുണ്ട് എന്നാൽ അത് റൂഹിയായ ഗുണ ആണോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശബ്ദം പതിഞ്ഞതാ. തുങ്ങിയുള്ള കുപ്പ നല്ല മൂല്യരുടെ അടയാളം പിടിച്ചോ ആണോ? 18 തുന്നുള്ള കുപ്പായിട്ടിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പറഞ്ഞുതരാം. താടി ഒന്നിടവിട്ട് ചീകലാണ് സുന്നത്ത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. നമുക്ക് ഫിഖ് തന്നെ പറയാം. നമ്മൾ രണ്ടൂട്ടർ തുല്യുള്ള ശരീഅത്തുണ്ടല്ലോ. നമ്മളൊരു പേച്ച ധരിക്കത്തരനായിക്കോട്ടെ, എന്നാലും നമ്മളമ്മൽ യോജിക്കുന്നത് ശരീഅത്തുണ്ടല്ലോ. എന്താ ഇമാം നബി റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്? അത് സീനത്താണ്. എന്നും എപ്പോഴും താടി തടവണത് എപ്പോഴും താടി വാഴുന്നത് സീനത്തായതുകൊണ്ട് ഉലമാ ഉപേക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? അത്രത്തോളം ഭൗതിക ഭംഗിയുടെ വിരക്തി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇസ്ലാമിക സമൂഹം. ഖുലിഖൽ ഇൻസാനു അജൂലൻ, ഓടിയും ചാടിയും നിരന്തരം പ്രവർത്തിക്കുന്നത് റൂഹാനിയ, അത് മനുഷ്യ പ്രകൃതമാണ്. ബഹുമാനപ്പെട്ട അബൂ താലിബുൽ മക്കി റളിയല്ലാഹു അൻഹു തന്റെ കൂത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ പറഞ്ഞത്. ഇന്നെ വിട്ടാളി ചിലടത്ത് പ്രസംഗിക്കുമ്പോ അത് ഇസ്മായിൽ സഖാഫിന്റെ സ്വന്തം വാദാണ് ആരെങ്കിലും കേച്ചിലാകാറുണ്ട്. അങ്ങനെ സൂഫി പണ്ഡിതന്മാരും നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ഈ കാട്ടിക്കൂട്ടലെന്നുള്ള ദീനീ പ്രബോധനം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ പഴയ ഉലമാക്കന്മാർ കേട്ടോ, പഴയ ആലിമീങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഒമശ്ശേരിയൊക്കെ പഴയ ദർസുള്ള സ്ഥലല്ലേ അല്ലെ? കുറെ വയസ്സന്മാർ ഇവിടെ ഉണ്ട്. ഒരു ചെറിയ മുട്ടിന്റെ കുറച്ച് താഴെ ചുളിഞ്ഞൊരു ഷർട്ട്, കയ്യിലൊരു കൊട. പറഞ്ഞോളി എന്താ സാധനം? ലോകം തിരിയാത്ത മൊലിയൻ അല്ലേ? ഇന്നത്തെ ആധുനിക ഇന്ത്യ ജനറേഷൻ മൊലിനെ പറ്റി നിങ്ങൾ എന്താ പറയാ? ഇംഗ്ലീഷും പറയും, ഹിന്ദിയും പറയും, ഉറുദും പറയും. അമേരിക്കൻ പ്രസംഗം നടത്തും. അതൊരു ചോറ് മൊലിയൻ. നല്ല കാര്യമായി പോയി. അപ്പറഞ്ഞത് സൂറത്തുൽ ഫത്ഹ് എങ്ങനെ? നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിഗ്ഫിറ ലമാ ഖദം മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതുഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമൻ വയൻസുറുക അല്ലാഹു നസ്റൻ അസീസൻ ഹുവല്ലദീ അൻസല അസ്സകീനത അലാ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ കൽബിൽ സക്കീനത്ത് എന്ന് പറയുന്ന ഗുണത്തെ അല്ലാഹു ഇറക്കി. എന്താ ഗുണം? സക്കീനത്ത്. എന്താ കാരണം? ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, അവരെ ഇബാദത്ത് ചെയ്യുന്നവരാകാൻ വേണ്ടി. ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരോടുകൂടി ഇബാദത്ത് ചെയ്ത് അവർ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെയാണ് ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാനിൽ തന്റെ സ്വഹീഹിൽ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ചത്. ഞാൻ ചുരുക്കി പറയാം. പുതിയ ജനറേഷന് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ചില ചുവരെഴുത്തുകൾ തിരുത്തി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ ഗുണം? മൊയ്ലിയർ ഇമാം എന്ന നിസ്കാരം സ്വീകരിക്കപ്പെടും. അയാളുടെ ഭാഷ വളരെ ചെറുതാണ്. അയാൾ വാചാനമായി പ്രാർത്ഥിക്കുന്നില്ല. അയാൾ രണ്ടക്ഷരമാണ് പറയുന്നത്. ആ രണ്ടക്ഷരം സ്വീകാര്യമാണ്. എന്തേ അയാൾ ഒരുപാട് ചോദിക്കാത്തത്? അള്ളാഹുവിനെ അയാൾക്കറിയാം. അറിയുന്ന റബ്ബിനോട് ചോദിക്കാൻ പേടിയാണ്. അയാൾ ഓതിയ ഖുതുബ സ്വീകാര്യമാണ്. അത് ഫുഖറാക്കന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജായി മാറുകയാണ്. ഒരു നിക്കാഹിൽ അയാൾ വന്നാൽ അത് ബറക്കത്തുള്ളതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹാദൈനി സൗജൈനി എന്ന് പറഞ്ഞാൽ അതിൽ ബറക്കത്തുണ്ടാവുകയാണ്. കൃഷി ഉണങ്ങുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ചരിത്രം പുനരാവർത്തിക്കപ്പെടുന്നു. എങ്ങനെ? ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുലകുടിക്കാൻ വേണ്ടി വന്ന ഏറ്റവും ദരിദ്രരായ കരുണലായ അഷ്റഫുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായി വന്നപ്പോൾ ഉണങ്ങിയ മരം പച്ചയായില്ലേ? പ്രസവിക്കാത്ത ഒട്ടകത്തിനും പാലുണ്ടായില്ലേ? ഇപ്രകാരം വെള്ളത്തിന് ദാരിദ്ര്യം വരുമ്പോൾ ആലിമി കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു. അവിടെ ചരിത്രം പുനരാവർത്തിക്കപ്പെടുന്നു. അത്തരമൊരു ആലിമിന്റെ സാന്നിധ്യം ലോകത്തിന് അനുഗ്രഹമാകുന്നു. കൃഷിനാശം ഒഴിവാകുന്നു. ഇല്ലാതെയാകുന്നു. സമുദായ സമാന ശാമുണ്ടെന്നോ ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു നീങ്ങിയ പഴയ പണ്ഡിത വരേണ്യരില്ലേ? സുഹൃത്തിന്റെയും പറയിന്റെയും പ്രതീകങ്ങളായ വാരിസീകൾ. അവരാണ് യഥാർത്ഥ ഇൽമിന്റെ അനന്തരാവകാശികൾ. അവരെ നിശബ്ദത റബ്ബിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ടാണ്. റബ്ബിന്റെ സാന്നിധ്യം തേടിയിട്ടാണ് ആ മഹാന്മാരായ മനുഷ്യന്മാർ നിശബ്ദരായത്.
എങ്ങനെയാണ് പ്രബോധനം? ഇക്കൂട്ടത്തിലെ വലിയ പ്രബോധകനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തഖിയ്യ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയോടൊട്ടി നിന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരുപാട് ദശാസന്ധികളിൽ നബിയോട് നിന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തഖിയ്യ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സവിധത്തിൽ വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, നമ്മളീ പറയുന്ന സത്യം ലോകത്തോട് ഞാനൊന്ന് ഉദ്ഘോഷിക്കട്ടെ. അർക്കമിബ്നു അബി അർക്കമിന്റെ ചെറിയ കുടിലിൽ കിടന്ന, സഫാ കുന്നിന്റെ ചെരുവിലെ ചെറിയ കുടിലിൽ കിടന്ന് ആരോടും ശബ്ദം കേൾക്കാതങ്ങ് സംസാരിച്ചിട്ട് 50 ആളുകളാണ് 5 കൊല്ലം കൊണ്ട് ഇസ്ലാമതം സ്വീകരിച്ചത്. ഈ 50-ലെ ഒന്നാമനായ തിരുനബിയോട് ചോദിക്കുന്നു, ഈ സത്യം ഞാനൊന്ന് ഉദ്ഘോഷിക്കട്ടെ. മക്ക മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ സത്യം ഞാനൊന്ന് ഉറക്കെ പറയട്ടെയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. ഇസ്ലാമിന്റെ പ്രഭാഷകന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട യുവത മറന്നു പോകരുത് കേട്ടോ. ആരും സ്വാഗതം പറയാനില്ല, ആരും സ്റ്റേജുകൾ കൊടുക്കാനില്ല, ചുമ്പിൽ നിന്ന് സൈനികരില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ കഅബാലയത്തിന്റെ മുൻപിൽ വരുന്നു. പോക്കുവയിൽ കൊണ്ടിരിക്കുന്ന മക്ക മുശ്രിക്കീങ്ങൾ ദാറുൻ നദ്വയുടെ അടുത്ത്, ദാറുൻ നദ്വക്ക് അഭിമുഖമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. നാളെ സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം യുവത മറന്നു പോകരുത്. അവിടുത്തെ രൂപഭൂതിലുണ്ട്. അതിനെയുള്ള പതിഞ്ഞ ശബ്ദമുള്ള ആളാണ്. ആപ്പിളിന്റെ നിറമാണ്. അസീലുൽ ഖദ്ദൈനി, കവിളധികം തടിച്ചയാളല്ല. ഇതൊന്നും ഇസ്ലാമിന് ഡ്യൂപ്ലിക്കേറ്റ് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന്റെ പുരികം അമ്പിന്റെ വില്ലിനെ പോലെ വളഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെറ്റിത്തടത്തിൽ 3 വരകൾ ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ചെവിക്കുന്നികൾ കുലുങ്ങുമായിരുന്നു. ഷർട്ടിടാത്തപ്പോൾ വയറ്റിൽ 3 വരയുണ്ടാകുമായിരുന്നു. മുടി വെട്ടാതിരുന്നാൽ പെരടിയോളം വളരുമായിരുന്നു. ഇതാ ഗഫല അനിത്തഖ്സീരി, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളാതിരുന്നാൽ പെരടിയോളം തട്ടുമായിരുന്നു. അതിനപ്പുറം നിൽക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബിഖിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യാനി വഖഫ കമാ യഖഫു ഫീ ഹഖ്ഖുൽ ഇൻസാനി അലഅത്തിൻ, ഓരോ മനുഷ്യരുടെ മുടിയും വെട്ടാതിരുന്നാൽ നീളുന്നതിന് പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വെട്ടാതിരുന്നാൽ അത് പെരടിയോളം തട്ടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ അർത്ഥം തന്നെയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിലും അളീമുൽ ജുമ്അ എന്ന മുസ്ലിമിന്റെ കലാമിനിക്ക് അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഗഫലനി തഖ്സീർ, വെട്ടാതിരുന്നാൽ പെരടിയോളം എത്തുമെന്നാണ് ഹദീസിന്റെ താല്പര്യമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. പ്രമാണങ്ങളുണ്ടോ, തെളിവുകളുണ്ടോ, സഹാബത്തിന്റെ കലിമത്തുണ്ടോ, ഉലമാഇന്റെ ഫത്വയുണ്ടോ, അവിടുത്തെ ദാത്തു ശരീഫയുടെ പ്രത്യേകതയുണ്ടോ? യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. ഇതൊന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൊടപ്പനക്കര തറവാട്ടിലെ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് അനല്ലദേ സമ്മത്തില്ലിയുമ്മി ഹൈദറ, എന്റെ മാതാവ് എനിക്കിട്ട പേര് ഹൈദറാണ്, പുലിയാണെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങള് അത് പുറങ്കാലുകൊണ്ട് തട്ടിയെറിയണമെന്ന് പറഞ്ഞത് പ്രാമാണികമല്ലാത്തത് കൊണ്ട് തന്നെ അത് തന്റെ ഇടമുള്ള നേതാവാ. അനല്ലദീ സമ്മത്തില്ലിയുമ്മി ഹൈദറ, ആ തന്റെ അത് മുരിമ പറയാനുള്ള കാരണവും അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സബത്ത്
ചരിത്രശാൽ പേരെന്താ എന്ന് ചോദിച്ചാൽ കിട്ടും. പോട്ടടോ, ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരൊറ്റ ഹദീസ്, ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് പാവപ്പെട്ട നമ്മൾ ഓതുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടിൽ നിന്ന് നിർഗളിച്ച അമൂല്യജ്ഞാനത്തിന്റെ സാഗരങ്ങളാക്കി തീരുന്ന അറിവുകളില്ലേ, ആ അറിവുകളിൽ ഒരു റാവിയുടെ ചരിത്രം പറഞ്ഞാൽ അയാൾ എവിടുത്തുകാരനാണെന്നും ഏത് കാലത്ത് ജീവിച്ചുവെന്നും അയാളുടെ ഉസ്താദാതെ അറിയുന്ന ഒരു മഖാമിനെ എത്തിച്ച ആയിരക്കണക്കിന് ഹിഫാദികൾ, 3 ലക്ഷത്തി ചില്ലാനം ഹദീസുകളും അതിന്റെ നിവേദക പരമ്പരകളും അതിന്റെ മുഴുവൻ ചരിത്രവും ഹൃദ്യസ്ഥമാക്കുന്ന ആളാണ് ഹദീസിന്റെ ലോകത്തെ ഹാഫിൾ എന്ന് പറയുന്നത്. അങ്ങനെ പണ്ഡിതന്മാർ ഹിദ്മത്ത് ചെയ്യുന്നുണ്ട്. ഉറക്കും ഊണും ഒഴിച്ച് യാത്ര ചെയ്ത് ശേഖരിച്ചതാണ് പരിശുദ്ധ ദീനിന്റെ എന്ന് പറയോ. ഇസ്ലാമിക ലോകത്തെ പുത്തരിയല്ല, അത് പണ്ഡിതത്യം അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽഗാമികൾ ചെയ്ത ജോലി തന്നെ. ഇതൊന്നും പുതിയ വാദത്തിൽപ്പെട്ട ഇത് ആരുടെ ദേഷ്യമോ അസൂയയോ അല്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുവെങ്കിൽ ചരിത്രമറിയാത്തത് നമ്മളെ കുറവല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കിക്കോ, ഇസ്ലാമിൽ എന്തുണ്ടോ അതിനെ സംബന്ധിച്ച് വിശദീകരണമുണ്ട്. മദീനത്തെ മിമ്പറിനെ പറ്റിയാണോ പറയുന്നത്? ആ മിമ്പർ എത്ര വലിപ്പമുണ്ടെന്ന് ഹദീസിന്റെ കിതാബുണ്ട്. മറുത്തപ്പയാണോ പറയുന്നത്? മഹാന്മാരത് എത്ര വലുതെന്ന് ആയത്തിനെ കുറിച്ചാണോ പറയുന്നത്? എത്ര കല്ലതിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലെത്ര വാതിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ എത്ര തൂണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിയിലുള്ള കില്ലയുടെ വലിപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ നിറം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൗളാ ശരീഫാണോ അതിന്റെ നീളവും വലിപ്പവും ഖബറു ശരീഫും ഞാൻ പറയുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അധികാരത്തിന്റെ മുമ്പിൽ വന്ന അർക്കം ഇബ്നു അബി അർക്കമിന്റെ നിന്ന് ഓടി വന്ന പ്രഭാഷകൻ ഇസ്ലാമിനെ കുറിച്ച് വഹദ് പറഞ്ഞു. കേട്ടു നിന്നിടത്തുനിന്നൊക്കെ ആളുകൾ അടുത്തേക്ക് കൂടി ജനസാഗരം പല ഭാഗത്തു നിന്നും ഓടിയെത്തി. അക്കൂട്ടത്തിൽ അയാളുടെ കാലിൽ പ്രത്യേകമായൊരു ഷൂ ഉണ്ട്. ആ ഷൂ അയാൾ ഊരിയെടുത്തു. അതിന്റെ അടിയിൽ വജ്രത്തിന്റെ ആണികളുണ്ട്. ആ ആണികളതാ പുറത്തേക്ക് നീട്ടി. യുദ്ധം പട്ടപൊരുതിയിരുന്ന അലൈഹിയാണ് ഈ ആയുധവും എടുത്തു വരുന്നയാൾ. പ്രസംഗത്തിൽ തന്നെ വല്ലാത്തൊരു ഭാഗ്യവാനല്ലേ. ആശിക്കും മഅ്ശൂക്കും മുത്തുനബിയുടെ സഹവാസിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനല്ലേ. പിയാക്കന്മാരൊരു സുഫായി കടന്നവരല്ലേ. അവരെ തുമ്പപ്പെടമുഖമാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് നീളമുള്ള മനുഷ്യനാണ്. അയാൾ ഈ ശൂരണ്ടും കയ്യിലിട്ടു. നേരെ കട്ടികുറഞ്ഞ കവിളിൽ ആഞ്ഞടിച്ചു. വലിച്ചപ്പോൾ മാംസം ചിതറി. വീണ്ടും കവിളിലടിച്ചപ്പോൾ മുത്തുനബിയുടെ ചുംബനമേറ്റിരുന്ന കവിളിൽ നിന്ന് മാംസം ചിതറിപ്പോയി. താഴേക്ക് വീഴുമ്പോൾ അതാ കാണുന്നു തന്നെയവന് കടികൊള്ളുമ്പോൾ വേദനയോടെ നോക്കി നിൽക്കുന്ന സൈന്യമില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരോ ഒരു കരിങ്കല്ല് നബി തങ്ങൾക്ക് നേരെ വലിച്ചെറിയുന്നു. ഇതാ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ കൊള്ളുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടത്. ഇടത് കൈ കൊണ്ട് ആ തല താങ്ങി വലത് കൈ കൊണ്ട് വാളെടുത്ത് മുറിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ബനൂ ഖുഹാഫക്കാർ രംഗത്ത് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടവർ അവർ പറഞ്ഞു, ഞങ്ങൾ ബനൂ ഖുഹാഫകളാണ്, ഞങ്ങളെ കൂട്ടത്തിൽ കഴുത്ത് ഞങ്ങൾ മുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആയുധം ധരിച്ചവർ വട്ടം നിന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭയപ്പെട്ട ഉത്ബ പിന്നോട്ട് നീങ്ങി.
കൊലപാതകം നടക്കാതെ പോയത്. ആളുകൾ വട്ടമിട്ടു നിന്നോ. സിദ്ദീഖ് അവരെല്ലാവരും താങ്ങിയെടുത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ മാതാവിന്റെ ഹദ്റത്തിൽ കൊണ്ടുപോയി കിടത്തി. അക്കാലത്ത് ിന്റെ മാതാവ് പിൽക്കാലത്താണ് ഇസ്ലാമതം സ്വീകരിച്ചത്. അങ്ങനെ രക്തം വാർന്നിങ്ങേക്കുകയാണ്, ആടുമകശമിലാണ്. അപ്പോഴതാ പാവപ്പെട്ടയുമ്മ കയ്യിലൊരു പാത്രത്തിൽ വെള്ളവുമായി രക്തമൊലിച്ചു പോയി ബോധം പോയ മകന്റെ അടുക്കൽ ചുണ്ടനങ്ങുന്നതും ശ്വസിക്കുന്നതും നോക്കി നിൽക്കുകയാണ്. അർദ്ധരാത്രിയിൽ ഒരു നിമിഷത്തിലതാ ചുണ്ടനങ്ങുന്നു. ആ മാതാവ് ചുണ്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഹബീബിന് എന്ത് പറ്റി? ഞാൻ അവസാനം കണ്ട കാഴ്ച നബി തങ്ങളുടെ നേരെയുന്നതാ. ഞാൻ കാരണമാകെ രക്തം ഒഴുകിയോ? ഇതറിയാതൊരു തുള്ളി വെള്ളം എനിക്ക് വേണ്ട. മാതാവ് നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോഴും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നു. മുത്തുനബിക്ക് എന്ത് സംഭവിച്ചെന്ന പരിപാടിയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നമ്മളെ വീടിന്റെ തൊട്ടടുത്തൊരു ഉമ്മുൽ ജമീലില്ലേ, ഇസ്ലാമതം രഹസ്യമായി സ്വീകരിച്ചിരുന്ന ണ്ടോ ഓടിയാണ് ഞങ്ങൾക്ക് പറ്റിയതെന്നാലോചിക്കൂ. ഇതറിയാതെ ഞാൻ വെള്ളം കുടിക്കൂല. ഇസ്ലാമതം രഹസ്യമാക്കി വെച്ച പെണ്ണ് തന്നുറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടണ്ട, അള്ളാഹുവിന്റെ ഹബീബിനൊന്നും സംഭവിച്ചില്ല, അപകട ില്ല. നിങ്ങളെ കുറിച്ചോർത്ത് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ട് കണ്ണുകളും നിങ്ങളെ കുറിച്ച് ആലോചിച്ച് കരയുകയാണ്. നിങ്ങളെ ദീർഘായുസ്സിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ പ്രാർത്ഥനയിലാണെന്ന് കേട്ടപ്പോൾ, ദീർഘമായ ദുആയിലാണെന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തളർന്നുപോയ കാലുകൾ കൊണ്ടെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാവപ്പെട്ട രക്തം ഒഴുകിയത് കണ്ടെന്റെ നേതാവിന്റെ കണ്ണുനീരൊഴുകിയോ? ഇനി ആ നേതാവിനെ കാണാതെ എനിക്ക് വെള്ളം കുടിക്കാനാവൂല. ആ നേതാവ് തരാതെ വെള്ളമില്ല. അല്ലച്ച് വയസ്സായ മാതാവിന്റെ തോളിൽ പിടിച്ച ഉമ്മുൽ ജമീലിന്റെ സഹായം സ്വീകരിച്ച മെല്ലെ ദാറുൽ അർഖമിന്റെ കുടിലിൽ ചെന്ന് കണ്ടു. അവർക്കിടയിൽ ഇഷ്ക് കണ്ടില്ലേ? ഇഷ്കും ചേർന്ന ഘട്ടം കണ്ടോ? വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരടി പിടിച്ച് പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കൈകൊണ്ട് തടവി. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് മുറിവില്ല, കലയില്ല. നാവിലേക്ക് അണ്ണാക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്റെ മുസ്ലിം യുവത ശരിക്കും മനസ്സിലാക്കുക, മഅശൂഖേതാണ്. ഇത് മൂന്നും സംഗമിക്കുന്ന ഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഖുർആന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇത് പ്രതിഫലത്തിൻ്റെതല്ല. ഈ ലോകം സുരക്ഷിതമാണ് കേട്ടോ. യോഗ്യതകളല്ല. മദീന മുനവ്വറയിൽ രാജ്യത്തിന്റെ രാജകുമാരൻ അർശ് മുതൽ ഭൂമി വരെ തന്റെ അധികാരത്തിന്റെ കീഴിൽ നിർത്തിയ സയ്യിദുൽ വറാ ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശിഖിനെ അടിപ്പിക്കാൻ അവിടുത്തേക്ക് കഴിയുമല്ലോ. മുത്തുനബിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണല്ലോ. അർശ് മുതൽ ഭൂമി വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണല്ലോ. ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കാണുന്ന കണ്ണാണല്ലോ. പതുക്കെ പറയുന്നതും ഉറക്കെ പറയുന്നതും ഒരുപോലെ
ാണോ വിദുത്തു നേതാവല്ല, അദൃശ്യനാക നേതാവല്ല, നമ്മളെ തിരിഞ്ഞു നോക്കാത്ത നേതാവല്ല, നമ്മളോട് മഹബത്തില്ലാത്ത നേതാവല്ല, എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയുന്ന കരുണക്കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാദ്വലമായ വേർതിരിവുകളില്ലാത്ത സ്നേഹ സാമ്രാജ്യത്തിലേക്ക് തഖ്വ കൊണ്ടടുത്തു വരൂ. നബി തങ്ങളെ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക. കത്തുങ്കിറുൽ ഐനു ലൗ അശംസ മിൻ റമദി വതുങ്കിറുൽ ഫമു തുഅമൽ മാഅ മിൻ സഖി. മനാബത്തോട്, ഇതിൽ ശിർക്കുണ്ടോ, തൗഹീദ് കാണാത്തവനോട്, ഇതിലോട് ഞാനെന്നും പറയുന്നു. അലക്സാണ്ട്രിയാഹിലെ ഹുസൈൻ ലോകം മുഴുവനും കേൾക്കേ ഒരു ശബ്ദത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് പാടിയ ഇമാം ശറഫുദ്ദീനിൽ മുഹമ്മദിനിൽ ബൂസരിയുടെ കാര്യം, ആ പദം കത്തുങ്കിറുൽ ഐനു ലൗ അശംസ മിൻ റമദി, മഞ്ഞക്കണ്ണുള്ളവന് സൂര്യന് വെളിച്ചമില്ലെന്ന് തോന്നുമല്ലോ. വതുങ്കിറുൽ ഫമു തുഅമൽ മാഅ മിൻ സഖമി, ഈ രുചി നിനക്ക് മനസ്സിലാവില്ല. പനിയുള്ളവന് വെള്ളത്തിന് രുചിയില്ലെന്ന് തോന്നും. ഇത് ആശിക്കിന്റെ ലോകമാണ്. ഇത് മഅശൂഖും ആശിക്കും മിഷ്കും മാത്രം പ്രവേശിക്കുന്ന ലോകമാണ്. ജാടക്കാരുടെ ലോകമല്ല, അഹംഭാവികളുടെ ലോകമല്ല, കച്ചവടക്കാരന്റെ ലോകമല്ല. ഇത് ആശിക്കിന്റെ ലോകമാണ്. ഇഷ്കും ആശിക്കും മഅശൂഖും സംഗമിക്കുന്ന ലോകമാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബിനെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവന്റെ ലോകമാണ്. പ്രതിഫലം മോഹിക്കുന്നവന്റെ ലോകമല്ല. ഒരു സലാമെങ്കിലും ആശറഫാക്കപ്പെട്ട ചുണ്ടുകൊണ്ട് മടക്കിയൊന്ന് കിട്ടണമെന്ന് മോഹിക്കാം. കാലിന്റെ ചുവട്ടിൽ അതവോട് കൂടി കാത്തി നിൽക്കുന്ന ആശിക്കും മാശൂക്കും മാത്രമുള്ളൊരു ലോകമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന റൗള ശരീഫിലെ തിരുവാതിരകൾക്ക് മുമ്പിൽ അവിടുത്തെ കാത്തിരിക്കുന്നു ഞങ്ങൾ, അവിടുത്തെ കാത്തിരിക്കുന്നു ഞങ്ങൾ. ആശറഫാക്കപ്പെട്ട വിരൽ ഒന്ന് മെല്ലെ ഇളക്കി മുന്നിലേക്ക് വരൂ എന്നാങ്യം കാണിച്ചാൽ നമ്മൾ വിശ്വാസികളെ കൂട്ടത്തിലെ സഫിൽ മുമ്പിലാണ്. ഒന്ന് പിന്നിലേക്ക് നീക്കിയാൽ നമ്മൾ പുറത്തുമാണ്. കരുണക്കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, നമ്മുടെ സുഭാഷകന്റെ, നമുക്ക് ഔദുൽ കൗസർ തരുന്ന പുണ്യ നബിയുടെ ദറജ മനസ്സിലാക്കണം കേട്ടോ, ഇഷ്കിനെ മനസ്സിലാക്കണം കേട്ടോ. അംഗീകരിക്കപ്പെടുന്ന കളികളല്ല. നിഷ്കളങ്കരായ നിഷ്കാമരായ പറഞ്ഞ ലോകത്തേക്ക് എന്റെ മുസ്ലിം യുവത മുന്നോട്ട് വരണം. ഇമാം ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസരി പറഞ്ഞതുപോലെ, ഇരുട്ടാർന്ന വനാന്തരത്തിൽ പ്രസവിക്കപ്പെട്ട പെൺസിംഹയുടെ അകത്തിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുകുട്ടിയെ ഒരു വേട്ടക്കാരന് പിടിച്ചുകൊണ്ടു പോകാനാകുമോ? പ്രകാരം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന മനുഷ്യന്റെ രോമത്തിൽ തൊടാൻ ലോകത്തൊരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല, ലോകത്തൊരാൾക്കും സാധ്യമല്ല. നബി തങ്ങൾ നമ്മളെ ആർക്കും എറിഞ്ഞു കൊടുക്കുകയില്ല. ഒരു ശൈത്താനും കൊടുക്കൂല, ഒരു സിഹറും കൊടുക്കൂല, ദാനം കൊടുക്കൂല, ഒരു ഹവക്കും കൊടുക്കൂല. ഈ ഉമ്മത്തിനോട് അവിടുത്തേക്ക് അത്ര സ്നേഹമല്ലേ? ഈമാന്റെ സംരക്ഷണത്തിന് മുത്തുനബിയോടുള്ള ഇഷ്കിലേക്ക് വരൂ. വമൻ കാനത് ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻതൽ ഖഹു ഫി ജാമിഅത്തിൽ ലാ യസല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സമയം വൈകി, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എല്ലാവരും ഇറങ്ങിക്കും. കുറച്ച് സലാത്തിലേക്ക് പിരിയ, ഒരു നാഫിയായ ഇൽമാവട്ടെ. ഒരു സലാത്തിന്റെ മൗലൂദിന്റെ ഫളായില് പറഞ്ഞിട്ട്
അത് ഉപയോഗിക്കാതെ പോയത്. എല്ലാവരും നീച്ചിക്ക് 10 സലാത്ത്.